ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേറ്റിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ഒരു കാറ്റഗറി ആളുകൾക്ക്, അതായത് കമ്മിറ്റഡ് ആവാൻ വേണ്ടി ഒരുപാട് ഗേൾസിനോട് മിണ്ടുന്നുണ്ട്. അവരുടെ ക്യാരക്ടർ നോക്കും, നമ്മൾ നമ്മുടെ ക്യാരക്ടർ നോക്കും, അവർ സെറ്റ് ആവുന്നുണ്ടോ നോക്കും. ചിലർ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരിക്കും, അവർ പിന്നെ നമ്മൾ ഒഴിവാക്കി പോകുമായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ആളിനെ നോക്കി പോകുമായിരിക്കും. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മളെക്കാൾ ഒത്തിരി സ്മാർട്ടായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി നമ്മളായിട്ട് ജാടയായിരിക്കും. നമുക്ക് തന്നെ തോന്നും ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പോകുമെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ വിട്ടിട്ട് അടുത്ത ആളിനെ നോക്കി പോയിരിക്കും. അങ്ങനത്തെ കേസുകളുണ്ടല്ലോ, അവർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരുപാട് പെണ്ണുങ്ങളോട് മിണ്ടി കമ്മിറ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ആണുങ്ങൾക്ക് ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോ. ഓൾറെഡി കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് ഇപ്പം മിണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങളോടൊക്കെ മിണ്ടി തുടങ്ങിയതേ ഉള്ളൂ, ജസ്റ്റ് ചെന്ന് മിണ്ടിയൊക്കെ പഠിക്കുന്നേ ഉള്ളൂ, അങ്ങനെയുള്ളവരും ഇത് കാണണ്ട. അല്ലാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാം. ആക്ച്വലി ഇന്നാണെങ്കിൽ ഞാൻ എൻ്റെ മാമയുടെ മോനെ, എൻ്റെ കസിൻ, അവന് ഞാനിവിടെ ഒന്ന് പുറത്ത് പോയി. അവനെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അനിയനെ പോലെ. അവനും ഞാൻ ഒരുപാട് നേരം അവനെ റിലേഷൻഷിപ്പിനെ കുറിച്ചും സൈക്കോളജിയെ കുറിച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുമായിരുന്നു, കുറേ നാൾ മുമ്പ് മുതലേ. അന്നൊക്കെ അവൻ ജസ്റ്റ് കേട്ടിരിക്കും, എന്നാൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവൻ കേട്ടിരിക്കത്തില്ല. അവൻ കേട്ടിട്ടൊക്കെ മറക്കും. പിന്നെ ആണെങ്കിൽ ഒരു 7-8 മാസം മുമ്പാണെങ്കിൽ അവന് ബ്രേക്കപ്പായിട്ട് അവൻ എക്സിനോട് അവൻ മിണ്ടുന്നുണ്ട്. എക്സ് അവനോട് റിപ്ലൈ തരുന്നില്ല, ജസ്റ്റ് മിണ്ടുന്നേ ഉള്ളൂ, വെറുതെ മിണ്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവൻ്റെ വീട്ടിൽ വന്നു. തിരുവനന്തപുരത്ത് അവൻ്റെ വീട്. അപ്പോൾ ഇവനോട് മിണ്ടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞ, അളിയാ എക്സ് എനിക്ക് റിപ്ലൈ ഒന്നും തരുന്നില്ല, അവളെ എനിക്കിപ്പോഴും ഇഷ്ടമാണ്, അവളെന്നെ വേണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ചോദിച്ചു എത്ര നാളായെന്ന് ചോദിച്ചപ്പോൾ 1-2 ആഴ്ച ആയതുള്ളൂ, പക്ഷേ അവൾ ഇപ്പോഴും എന്നോട് മിണ്ടുന്നുണ്ട്, ഫ്രണ്ടായിട്ട് മിണ്ടാന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നോട് മിണ്ടുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജ് എടുത്തില്ല, ഇങ്ങോട്ട് വിളിക്കത്തില്ല. അവൻ എന്ത് ചെയ്യും, പട്ടിയെ പോലെ അങ്ങോട്ട് വന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവൾ ഒരു റിപ്ലൈയും കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ലേറ്റായിട്ടൊന്ന് റിപ്ലൈ കൊടുക്കും. ഇങ്ങനെ ആയിരുന്നു. എന്നിട്ട് ഞാനിവൻ്റെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനൊക്കെ ചോദിച്ചിട്ട് ഞാനിവനോട് ബേസിക് കോമൺ ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. എഫേർട്ട് കുറയ്ക്കണം, അതുപോലെ അവൈലബിലിറ്റി കുറച്ച് കുറയ്ക്കണം, അതുപോലെ മൊത്തം ഇൻട്രസ്റ്റോടെ കാണിക്കരുത്, ഇപ്പോഴും സ്നേഹം ഉണ്ടെന്ന് കാണിക്കരുത്, ഇപ്പോഴും ഇഷ്ടമുണ്ടോ ഇല്ലെന്നൊരു ക്യൂരിയോസിറ്റി വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, എക്സ് തിരിച്ചു വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഒരു ക്യൂരിയോസിറ്റി അവർക്ക് വേണം. ഇവനിപ്പോഴും പഴയ ഇൻട്രസ്റ്റ് ഇല്ലെന്നൊരു ക്യൂരിയോസിറ്റി വേണം. അതിനെക്കുറിച്ച് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവനോട് ഞാൻ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞ് 2 ദിവസം ഞാൻ ചാറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോണിൽ ഞാനാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഒരു ദിവസം കുഴപ്പമില്ലാതെ പോയി. അവൻ പറഞ്ഞ്, ആളിയ ഇങ്ങനെ നമ്മളങ്ങോട്ട് മെസ്സേജ് ഇട്ടില്ലെങ്കിൽ അവൾ ഒരിക്കലും ഇടൂല. ഞാൻ പറഞ്ഞാടാ നിൽക്കണം, ഞാൻ പറയുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ചെയ്യിച്ചു. അവനോട് കുറേ വൈകി റിപ്ലൈ കൊടുക്കുക, അതുപോലെ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കുറേ കാര്യം പറഞ്ഞു കൊടുത്ത് കുറേ കഴിഞ്ഞപ്പോൾ അവൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവനും ആകെ അത്ഭുതമായി. അതായത് അവൻ വിചാരിച്ചത് ഇല്ല, അവൾ ഇങ്ങോട്ട് ഒരിക്കലും വന്ന് മിണ്ടാത്ത പെണ്ണാണ്, എന്തൊക്കെ ചെയ്താലും ഞാൻ മിണ്ടാതിരുന്നാൽ അവൾ മിണ്ടാതിരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല, ഇങ്ങനെ വിചാരിച്ചിരുന്നത്. അവളെ കൊണ്ട് എഫേർട്ട് എടുപ്പിക്കാൻ തുടങ്ങി. അവളെന്ത് ചെയ്ത്, അവൾ ഇങ്ങോട്ട് മിണ്ടാൻ തുടങ്ങി. അവൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, ഇവൻ എഫേർട്ട് എല്ലാം കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബിഹേവ് ചെയ്യുന്നുണ്ട്. അവൾ ലേറ്റായിട്ട് റിപ്ലൈ തരുന്നൊക്കെ കുറയ്ക്കാൻ തുടങ്ങി. അവൾ സ്പോട്ടിലൊക്കെ റിപ്ലൈ തരാൻ തുടങ്ങി. അതായത് മുമ്പുള്ളതിനേക്കാളും ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ കൂടാൻ തുടങ്ങി. 2 ദിവസം ഞാൻ തന്നെ ചാറ്റ് ചെയ്ത് പിന്നെ ഇടയ്ക്കൊക്കെ ഇവൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യും. അവന് കാണുമ്പോൾ അവനൊരു അത്ഭുതം. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം രാത്രി ഒരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞ് രാത്രി ആവാറായപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു, നിനക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച്. അപ്പോൾ അവൻ എന്നോട് ഇപ്പോൾ പ്രപ്പോസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അവൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇവളുടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വരുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പ്രപ്പോസ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ചെയ്യണ്ട. അങ്ങനെ അവസാനം 3-ാമത്തെ ദിവസമായപ്പോൾ ഇവൾ തന്നെ പറഞ്ഞ്, ഇപ്പോഴും നിനക്ക് എന്നെ ഇഷ്ടമാണോ, അതോ വേറെ പെണ്ണിനോ എല്ലാം നിനക്ക് ഇഷ്ടമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച് ലവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി ഇതുപോലുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇത് നല്ല ടൈം, ഇപ്പോൾ തന്നെ നീ പ്രപ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്ത് വീണ്ടും കമ്മിറ്റായി. അന്ന് മുതൽ ഇവന് ആ റിലേഷൻഷിപ്പ് സൈക്കോളജിയോട് കുറച്ചുകൂടെ ഒരു ഇത് വന്ന്, പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ലോണം കേൾക്കാൻ തുടങ്ങി. എൻ്റെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണാൻ തുടങ്ങി, വീണ്ടും കാണും. അതുപോലെ ഞാൻ ഉള്ളപ്പോഴെല്ലാം ഡൗട്ട് ചോദിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അവൻ ഒരുപാട് ശ്രദ്ധിച്ച് കേൾക്കും. കാരണം അവൻ അനുഭവം വന്നുകൊണ്ട് അവന് മനസ്സിലായി. ഇന്ന് ഞാൻ അവനോട് തിരുവനന്തപുരത്ത് ഇന്ന് മൊത്തം കറങ്ങുമായിരുന്നു. കറങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ ശ്രീ പത്മനാഭൻ്റെ അമ്പലത്തിൽ പോയി. അവിടെ വെച്ച് കുറേ പെണ്ണുങ്ങൾ അവനെ നോക്കി. അത് കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ വെച്ച് അവനും കുറേ പെണ്ണുങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യാനൊക്കെ നോക്കി. കൂടുതൽ അവനിങ്ങനെ സൈറ്റ് അടിക്കാൻ നോക്കി. ഒരുപാട് പെണ്ണുങ്ങൾ അവനെ നോക്കുന്നുണ്ട്. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. കുറേ പെണ്ണുങ്ങൾ എന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ ഇവന് സ്നാപ്ചാറ്റിലും കുറച്ച് മെസ്സേജൊക്കെ വരുന്നുണ്ട്. പെണ്ണുങ്ങളൊക്കെ എങ്ങോട്ട് വന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോകണമെന്നൊക്കെ അറിയാതെ പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെയും കുറേ നേരം ഇങ്ങനെ കറങ്ങി നടന്ന്. അപ്പോൾ മ്യൂസിയത്തിൽ പോയപ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും അവൻ ഒരുപാട് പെണ്ണുങ്ങളെ നോക്കുന്നുണ്ട്. ചില പെണ്ണുങ്ങൾ തിരിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ അമ്മയും അച്ഛനോ കൂടെ കാണും.
അപ്പോഴേ ഇവന് മനസ്സിലായി ഒറ്റയ്ക്ക് നിൽക്കുന്ന പെണ്ണുങ്ങളെ കുറച്ചുകൂടെ നല്ലതെന്ന് ചിന്തിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന പെണ്ണുങ്ങൾ ചിലത് നോക്കുന്നുണ്ട്, പക്ഷേ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അപ്രോച്ച് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല, എപ്പോഴും നോക്കുന്നില്ല. ചില പെണ്ണുങ്ങൾ നല്ലപോലെ നോക്കുന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും കൂടെ കാണും. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും പെണ്ണുങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ചില ട്രെയിനിൽ ഇരിക്കുന്നതായിരിക്കും. അങ്ങനെ ചില പെണ്ണുങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കും, നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. ചില പെണ്ണുങ്ങൾ അടുത്ത് തന്നെ നിൽപ്പുണ്ട്, പക്ഷേ അച്ഛനോ അമ്മയുള്ളതുകൊണ്ട് മിണ്ടാൻ പറ്റത്തില്ല. ചില പെണ്ണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ അടുത്ത് തന്നെ നിൽപ്പുണ്ട്, പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവരോട് മിണ്ടാൻ പറ്റത്തില്ല, അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ നോക്കുന്ന പോലുമില്ല, മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളെ ഒരു വില തരുന്നില്ല, അങ്ങനത്തെ പോലെ. അതുകൊണ്ട് അവൻ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ അവന് ചില പെണ്ണുങ്ങൾ നോക്കുന്നുണ്ട്. ചില പെണ്ണുങ്ങൾ നോക്കുമ്പോൾ ഞാൻ തന്നെ പറയാം, എടാ നിൽക്കേണ്ട, വാ പോകാമെന്ന് പറയും. ചില പെണ്ണുങ്ങൾ എന്നെ നോക്കും, അവൻ പറയും വാളിയാ നമുക്ക് പുറകെ പോകാം, കുറച്ച് അങ്ങോട്ട് പോകാം, അവളുടെ കൂടെ പോകാമെന്ന് പറയും. അവളങ്ങ് നടന്നു പോയിരിക്കും, ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ല. ഞാൻ പറയും ഇല്ലടാ വേണ്ട, നമുക്ക് ഹോട്ടലിൽ പോകാം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാം, നമ്മുടെ ഈ റൂട്ടാണ്, ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അവൻ ചോദിക്കും ആളിയെ നല്ല ചാൻസ് അല്ലായിരുന്നു, എന്തിനാ കളഞ്ഞേന്ന് ചോദിക്കും. അതുപോലെ അവന് ഏതെങ്കിലും പെണ്ണിനെ നോക്കിക്കൊണ്ട് വെക്കും. ഞാൻ എന്തെങ്കിലും അവനെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകും. അവൻ പറയും നല്ല ചാൻസ് ആയിരുന്നു, ഇന്നേരം ആയപ്പോഴേക്കും ഒരുപാട് പെണ്ണുങ്ങൾ നോക്കിയായിരുന്നു, ഇന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിന് സെറ്റാക്കണമെന്ന് വിചാരിച്ചേ, അളിയൻ കാരണമോ പറ്റായിരുന്നു, ഇങ്ങനെ തമാശയ്ക്ക് കോമഡി ആയിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവൻ ഡേറ്റിങ്ങിൽ മെയിനായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ചാൻസ് ഇല്ലാത്തടത്ത് ഒരുപാട് സമയം കളയും. അതുകൊണ്ട് നല്ലത് വന്നാലും പറ്റാതാവും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഞാൻ പറഞ്ഞുതരാം. നമ്മളോട് മിണ്ടുന്ന പെണ്ണുങ്ങൾ എപ്പോഴും 4 ടൈപ്പായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ അവൈലബിൾ അല്ലായിരിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം. ഒന്നാമത്തെ ടൈപ്പ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അവൈലബിൾ അല്ലായിരിക്കും. വേറെ പെണ്ണുണ്ട് അവൈലബിൾ ആയിരിക്കും, കംപ്ലീറ്റ് അവൈലബിൾ ആയിരിക്കും നമുക്ക് വളച്ചെടുക്കാൻ, പക്ഷേ അവർക്ക് ഇൻട്രസ്റ്റ് കാണത്തില്ല. വേറെ ടൈപ്പുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, നമ്മളോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, എപ്പോഴും നമുക്ക് അവൈലബിളും ആയിരിക്കും. ഓക്കെ. വേറെ ടൈപ്പുണ്ട് ഇൻട്രസ്റ്റും ഇല്ല, അവൈലബിളും അല്ല, ഒരു മൈരും ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഗേളിനെ പോയി അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഡേറ്റിങ് ഒരുപാട് ടൈം വേസ്റ്റ് ആവും, ഒരുപാട് എനർജി വേസ്റ്റ് ആവും, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വേസ്റ്റ് ആവും. ഓക്കെ. നമുക്ക് റിജക്ഷൻ ഒരുപാട് കിട്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കോൺഫിഡൻസ് പയ്യെ താഴാൻ തുടങ്ങും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, നമുക്ക് റിജക്ഷൻ കിട്ടുമ്പോൾ നമ്മൾ ലോയർ വാല്യൂ ആയിട്ട് ഫീൽ ആവും. നമ്മളിപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, ഇപ്പം എന്നെ ഇപ്പോൾ ഒരാൾ റിയാക്ട് ചെയ്യുമെന്ന് വെച്ചോ, എന്നെ ഇപ്പോൾ വേറൊരു യൂട്യൂബർ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ ഉള്ളിൽ അത് സൈക്കോളജിക്കലി, എനിക്കിപ്പോൾ സൈക്കോളജി അറിയുന്നതുകൊണ്ട് ഞാൻ പോയി ഒന്നും ചെയ്യത്തില്ല. എന്നാലും ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് തോന്നും അവനെ കളിയാക്കിക്കൊണ്ട് അതിനേക്കാളും നല്ലൊരു വീഡിയോ ഞാൻ ഇടണം. അങ്ങനെ ഇടുമ്പോൾ ഞാൻ അവനേക്കാൾ വലിയവനാവും. ഇപ്പോൾ അവൻ എന്നെക്കാൾ വലിയവനാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവനോട് തിരിച്ചെന്തെങ്കിലും ചെയ്തിട്ട് അവനേക്കാൾ വലിയവനാവണം എനിക്കെന്ന് ചിന്തിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിനുവേണ്ടി വീഡിയോ ഇടും. അപ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ തിരിച്ച് എന്നെ റിയാക്ട് ചെയ്താൽ എന്നെക്കാൾ വലിയവനാൻ വേണ്ടി അവൻ വീഡിയോ ഇടും. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ അവന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ. ഇങ്ങനെ എന്ത് ചെയ്യും, ഞാൻ ഗോളിൽ നിന്ന് മാറിയിട്ട് മനസ്സിലായി അവൻ എന്നെ ഒരു കളിയാക്കുന്ന അല്ലെങ്കിൽ നാണം കെടുത്തുന്നു. അപ്പോൾ എന്നെ ലോയർ വാല്യൂട്ട് എനിക്ക് ഫീൽ ആവും, എനിക്ക് വിലയില്ലാത്തപോലെ. തിരിച്ചെന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഒരു അഭിമാനം തോന്നും, ഞാൻ വലിയവനാണെന്ന് തോന്നും, അവനേക്കാൾ വലിയവനാണെന്ന് തോന്നും. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഹൈ വാല്യൂ തോന്നും. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടുന്നത് പെണ്ണുങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം അയ്യോ എന്നെ ഒരു പെണ്ണ് നോക്കുന്നില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് ഡൗൺ ആവും. ഉണ്മയിൽ നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ളൊരു പെണ്ണ് നിങ്ങളെ നോക്കിയാൽ നിങ്ങൾക്ക് അവളെ കോൺഫിഡൻ്റ് ആയിട്ട് നോക്കാൻ പറ്റത്തില്ല. കാരണം ഏற்கனவே ഓൾറെഡി ഒരുപാട് റിജക്ഷൻ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ഒരു ഇതിൽ നിങ്ങളുടെ നോട്ടത്തിൽ തന്നെ വീക്ക്നെസ് ആയിരിക്കും. നിങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾ വീക്കായിട്ടാണോ സ്ട്രോങ് ആയിട്ടാണോ നിങ്ങൾ കോൺഫിഡൻ്റ് ഉള്ള ആളാണോ എന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓൾറെഡി ഒരുപാട് റിജക്ഷൻ കിട്ടിയിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുന്ന പെണ്ണിനോട് പോലും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മിണ്ടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്റ്റേജിലോട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലോട്ടോ. അപ്പോൾ ഓരോ ടൈപ്പ് പെണ്ണുങ്ങളെ കുറിച്ച് പറയാം. ഇത് ഗേൾസിനെ പല ടൈപ്പായിട്ട് തിരിക്കുകയല്ല ചെയ്യുന്നത്, പേഴ്സണാലിറ്റി വെച്ച് തിരിക്കുകയല്ല. നമ്മൾ പറയുന്നത് ഡേറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് അവൈലബിലിറ്റി വെച്ചിട്ട് നമ്മുടെ ചാൻസിനെ കുറിച്ച് പറയുന്നതിൽ ഗേൾസിനെ 4 ആയിട്ട് തിരിക്കുക ചെയ്യുന്നത്. ഓക്കെ. ഇതല്ലാതെ വേറെ ഒരുപാട് തിയറി വെച്ച പെണ്ണുങ്ങളെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഇതിൽ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ അവൈലബിൾ അല്ല. ഇങ്ങനത്തെ കാറ്റഗറി നോക്കാം. ഒരു പെണ്ണിന് നമ്മളൊരു ഇൻട്രസ്റ്റ് കാണും പക്ഷേ അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞുതരാം. ഒരു ഗേളിനോട് നിങ്ങൾ പോയി മിണ്ടുന്നത്, ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് ഒരു പെണ്ണിനോട് നിങ്ങൾ പോയി മിണ്ടുന്നത്, അന്ത പെണ്ണിന് നിങ്ങളോടൊരു നോർമൽ ഇൻട്രസ്റ്റെങ്കിലും വേണം. നോർമൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് തിരിച്ച് മിണ്ടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇൻട്രസ്റ്റെങ്കിലും വേണം അവളോട്ട് കമ്മിറ്റഡ് ആവണമെങ്കിൽ. അതായത് തിരിച്ച് മിണ്ടാനുള്ളൊരു നോർമൽ ഇൻട്രസ്റ്റെങ്കിലും ഉണ്ടെങ്കിലേ അത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് 100 എത്തിക്കാൻ പറ്റൂ. അതിൽ നമ്മൾ ഒരുപാട് പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഫസ്റ്റ് നമ്മളോട് ഒരു ബേസിക് മിണ്ടാനെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളൊരു ഗേളിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ആ പെണ്ണിനെ ചൂസ് ചെയ്തിട്ട് ആ പെണ്ണിന് ഏകദേശം ഒരു 30% 40% ഇൻട്രസ്റ്റ് കാണും, അല്ലെങ്കിൽ അത് കൂടുതലാണ്. ഏറ്റവും കുറച്ച് അറ്റ്ലീസ്റ്റ് 40% ആണ്. അത് ഡെവലപ്പ് ചെയ്ത് 100 ആക്കണം. ഇൻട്രസ്റ്റ് ലെവൽ അല്ലെങ്കിൽ അട്രാക്ഷൻ ലെവൽ 100 ആകുമ്പോഴേ നമ്മളെ വേണം തോന്നുള്ളൂ. ആ സ്റ്റേജിലാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ. ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്കുള്ള പ്രോസസ്സ് ഒരുപാട് ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ലോങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ടതല്ല. നമ്മളതിൽ 100 വിഷയങ്ങൾ കറക്റ്റായിട്ടാണ് അതിനെക്കുറിച്ച് കോഴ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കോഴ്സ് പ്രൊമോട്ട് ചെയ്യല്ല.
പുതിയ സബ്സ്ക്രൈബർ കോഴ്സിനെ കുറിച്ച് അറിയാത്തവർ കോഴ്സ് വന്ന് എടുക്കാൻ വേണ്ടി അവരെ എടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഗേൾ നമ്മളുമായിട്ട് കമ്മിറ്റഡ് ആവണമെങ്കിൽ 2 കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. ഒരുപാട് കാര്യങ്ങൾ വേണം, എന്നാലും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചാൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം അവൾക്ക് ഇൻട്രസ്റ്റ് വേണം. രണ്ടാമത്തെ കാര്യം അവൾ അവൈലബിൾ ആയിരിക്കണം. ഒരു ആവറേജ് ആയിട്ടെങ്കിൽ അവൾ അവൈലബിൾ ആയിരിക്കണം. ഇൻട്രസ്റ്റ് അവൈലബിൾ, ഇത് രണ്ടും ഇല്ലാത്തൊരു പെണ്ണിനെ നമുക്ക് പ്രേമിപ്പിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് കാര്യം, ഒരു പെണ്ണിനോട് നമ്മൾ മിണ്ടുന്നത് ആ പെണ്ണ് നമ്മളോട് ജസ്റ്റ് മിണ്ടാനുള്ള ഒരു നോർമൽ ഇൻട്രസ്റ്റെങ്കിലും വേണം. അതൊന്നാമത്തെ കാര്യം. നിങ്ങൾ മിണ്ടുമ്പോൾ മൈൻഡ് പോലും ചെയ്യാത്തൊരു പെണ്ണിനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുത്താൻ പറ്റത്തില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മിണ്ടുന്ന പെണ്ണ് നമ്മളായിട്ട് അവൈലബിൾ ആയിരിക്കണം. അതായത് അവൾ നമ്മളായിട്ട് സംസാരിക്കാൻ തയ്യാറാവണം, നമ്മളുമായിട്ട് മിണ്ടാൻ അവൾ തയ്യാറാവണം. അല്ലാതെ നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ആ പെണ്ണ് ചിലപ്പോൾ ഫോണില്ലാത്ത പെണ്ണായിരിക്കും, ആ പെണ്ണ് പുറത്തങ്ങ് വരാത്ത പെണ്ണായിരിക്കും, ആ പെണ്ണ് ഹോസ്റ്റലിലുള്ള പെണ്ണായിരിക്കും, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് പോലെ ആരോട് മിണ്ടാത്ത പെണ്ണായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് മിണ്ടാൻ അവൾ സമയം തരുന്നില്ല, നിങ്ങളോട് മിണ്ടാൻ തയ്യാറാവുന്നില്ലെന്ന് വെച്ചോ. നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ മിണ്ടാനുള്ള ഒരു സാഹചര്യം ഇല്ലെന്ന് വെച്ചോ. മിണ്ടാനുള്ള സാഹചര്യമില്ല, നേരിട്ട് കാണാനുള്ള സാഹചര്യമില്ല, മെസ്സേജ് അയക്കാനുള്ള സാഹചര്യം അങ്ങനെയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവൾ നിങ്ങൾക്ക് അവൈലബിൾ ആണോ, അവൾ നിങ്ങൾക്ക് സമയം തരണം. നിങ്ങൾ എത്ര വലിയ കഴിവുള്ള ആളാണെന്ന് വെച്ചോ. ഇനി ഈവൻ പ്ലേ ബോയ് ആണെങ്കിലും അവനൊരു പെണ്ണിനോട് പോയി അപ്രോച്ച് ചെയ്ത് ആ പെണ്ണിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചോ, അതിനുശേഷം അവന് സമയം കൊടുക്കണം. എന്നാലേ അവൻ്റെ കഴിവ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സമയമേ ഇല്ല, പോയി മിണ്ടാനേ പറ്റുന്നില്ല, കാണാനേ പറ്റുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പെണ്ണിനെ പോയി മിണ്ടി അപ്രോച്ച് ചെയ്ത് അവളെ അട്രാക്റ്റ് ചെയ്ത് സെഡ്യൂസ് ചെയ്തിട്ട് അവളോട്ട് കമ്മിറ്റഡ് ആവണമെങ്കിൽ മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം, ബേസിക്കായിട്ട് പറഞ്ഞാൽ അവൾക്ക് നമ്മളോട് ഇൻട്രസ്റ്റ് വേണം. ഒരു 40% എങ്കിലും ഇൻട്രസ്റ്റ് വേണം, എങ്കിലേ അവൾ നമ്മളോട് തിരിച്ചു കൊണ്ടു. ഇത് എന്തിനെ ബേസ് ചെയ്തിരിക്കുമെന്ന് വെച്ചാൽ, നമുക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട്, അവൾ നമ്മൾ എത്രത്തോളം വാല്യൂ ആയിട്ട് കാണുന്നുണ്ട്. ഇത് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ അവൾ ശ്രദ്ധിക്കും. ഇവൻ എന്നെക്കാൾ ഹൈ വാല്യൂ ആണോ, ലോ വാല്യൂ ആണോ, എൻ്റെ അതേ വാല്യൂ ആണോ എന്ന് നമ്മുടെ പെരുമാറ്റം വെച്ചും നമ്മുടെ ഔട്ട്ഫിറ്റ് നമ്മളെ കാണുമ്പോൾ ഒരു ഇത് വെച്ച് അവർ നോക്കും. ഓക്കെ, തുടക്കത്തിൽ നമ്മളെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നമ്മളെ കാഴ്ചയിൽ എങ്ങനെയുണ്ട് ഇതാ അവർ ഫസ്റ്റ് നോക്കുന്നത്. നമ്മൾ കുഴപ്പക്കാരനാണോ, കുഴപ്പക്കാരനല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ നോക്കും. കാണാൻ നമ്മൾ അട്രാക്റ്റീവ് ആണോ, അവരെപ്പോലെ അട്രാക്റ്റീവ് ആണോ, ഓക്കെ, ഇതുപോലെ കുറേ കാര്യങ്ങൾ നോക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും നിങ്ങളോട് തുടക്കത്തിൽ മിണ്ടാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു പെണ്ണിന് നമ്മളോടൊരു നോർമൽ ഇൻട്രസ്റ്റ് വേണം. അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി അവൈലബിലിറ്റി. ഒരു പെണ്ണ് ജസ്റ്റ് നമ്മളെ സംസാരിക്കുന്നത് കേൾക്കാനോ, നമ്മളോട് സംസാരിക്കാനോ, നമുക്ക് അറ്റൻഷൻ തരാനോ, എന്തിനും അവളൊരു ടൈം നമുക്ക് തരണം. ആ ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ, ആ ടൈം തന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇല്ലാതെ പറ്റത്തില്ല. ഇപ്പോൾ റോഡിനപ്പുറത്ത് ഒരു പെണ്ണ് നിൽപ്പുണ്ട്, അവളോട് പോയി മിണ്ടാതെ അടുത്ത ലെവലിലേക്ക് പോകത്തില്ല. ഓക്കെ, ഈവൻ ഇനി ആ റോഡിനപ്പുറത്ത് നിൽക്കുന്ന പെണ്ണ് നമ്മളെ നോക്കുന്നുണ്ട്, ചെറിയ ക്രഷ് ഉണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, എങ്കിൽ പോലും അത് അവിടെ തന്നെ നിൽക്കാതെ അടുത്ത ലെവലിൽ പോകണം. ഓക്കെ, കമ്മിറ്റഡ് സ്റ്റേജിലോട്ട് അടുത്തടുത്ത ലെവലിലോട്ട് പോകണം. ഈവൻ ഇനി ഇഷ്ടമുള്ള പെണ്ണായ പോലും നമ്മൾ ചെന്ന് മിണ്ടി കമ്മിറ്റഡ് ആവാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് അവൾക്ക് അവൈലബിലിറ്റി തരാൻ അവൾക്ക് പറ്റണം. ഇത് തന്നെ 2 രീതി തിരിക്കാം. ഒന്ന്, അവൾ തന്നെ തരുന്ന അവൈലബിലിറ്റി. 2, അവൾക്ക് തരണമെന്നുണ്ട് പക്ഷേ അവൾക്ക് തരാൻ സാഹചര്യം കിട്ടാത്ത അവൈലബിലിറ്റി. ഇപ്പോൾ 2 രീതി പറയാം. ഇപ്പോൾ എക്സാമ്പിൾ എങ്ങനെ പറയുന്നത്, ഇപ്പോൾ എന്നോട് ഒരു പെണ്ണിന് നല്ല ഇഷ്ടമുണ്ട്, അവൾക്ക് എന്നോട് മെസ്സേജ് അയക്കാനും താല്പര്യമുണ്ട്, പക്ഷേ അവളെപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആയിരിക്കും. അതുകൊണ്ട് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവൾ കമ്മിറ്റഡ് ആണെന്ന് വെച്ചോ. കമ്മിറ്റഡ് ആയാലും അവൾ ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുന്നതാണ്, അവൾക്ക് മൊബൈലൊന്നും കിട്ടത്തില്ല. 6 മാസം ഹോസ്റ്റലിലൊക്കെ പോയി അവിടെ നിന്ന് പഠിച്ചിട്ട് 6 മാസം ഒരു 2 മാസത്തെ ലീവിനൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോഴായിരിക്കും എന്നോട് മെസ്സേജ് ഇടുന്നത്. വീണ്ടും അവൾ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ അവൾ ഒട്ടും അവൈലബിൾ അല്ല, അവൾക്ക് ഫോണില്ല, ഒന്നുമില്ല. അവൾ പോകുന്നു, അവളുടെ ലൈഫിൽ അവൾ പഠിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ അവൾക്ക് എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവൾക്ക് സമയം തരാനില്ല. മനസ്സിലായി? അപ്പം ഇൻട്രസ്റ്റ്, ഒരു ബേസിക് ഇൻട്രസ്റ്റ് വേണം. അതുപോലെ അവൈലബിലിറ്റി വേണം. അവരുടെ അവൈലബിലിറ്റി നമുക്ക് കിട്ടണം, എങ്കിലേ എന്തെങ്കിലും പറ്റത്തുള്ളൂ. അപ്പം ഇൻട്രസ്റ്റ് ഉണ്ട്, അവൈലബിലിറ്റി കിട്ടുന്നില്ല, അങ്ങനത്തെ കാറ്റഗറി പറയാം. ഞാനിപ്പം അളിയൻ്റെ കാര്യം വെച്ച് തന്നെ എക്സാമ്പിൾ പറയാം. അവൻ്റെ കാര്യം വെച്ച്, അവന് ഞാനിവിടെ മ്യൂസിയത്തിൽ, അതായത് മൃഗശാലയുണ്ടല്ലോ, മൃഗശാലയിലൂടെ പോയപ്പോൾ അവിടെ വെച്ച് കുറേ പെണ്ണുങ്ങൾ അവനെ നോക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ അവൈലബിൾ ആവാൻ പറ്റത്തില്ല. കാരണം ഒന്നെങ്കിൽ അച്ഛൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അണ്ണൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. അതും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ പോലും അച്ഛനും അമ്മയൊക്കെ അടുത്ത് തന്നെ കാണും. ഓക്കെ, വന്ന് മിണ്ടാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ഇതായിരിക്കും. അതായത് ആ പെണ്ണിന് ഇൻട്രസ്റ്റ് ഉണ്ട്, എൻ്റെ അനിയനെ നോക്കുന്നുണ്ട്, പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ അവൈലബിൾ ഇല്ല അവൾക്ക്. അതായത് അവർ തമ്മിൽ മിണ്ടുന്നില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് പറ്റും, അവൻ ചെന്ന് അവളെ അപ്രോച്ച് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അവൾ നോക്കുന്നത്, വീണ്ടും നോക്കുന്നുണ്ട്, തിരിഞ്ഞ് നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങോട്ടും മിണ്ടാനും പറ്റത്തില്ല, തിരിച്ച് മിണ്ടാനും പറ്റത്തില്ല. അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ അവൈലബിലിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. അവന് ടൈം കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, 2 പേരും തമ്മിൽ ഉള്ള കേസിൽ ടൈം കിട്ടാത്തതുകൊണ്ട്, അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് ഡെവലപ്പ് ആകത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവൻ അവളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ
ഞങ്ങൾ റൂട്ട് മാറ്റിയിട്ട് പോകേണ്ട റൂട്ട് മാറ്റിയിട്ട്, അതായത് ഇപ്പോൾ കടുവയെ കാണാൻ പോകുന്നെങ്കിൽ കടുവയെ കാണുന്ന തക്കാലം മാറ്റിയിട്ട് എന്തുപറ്റും, പാമ്പിനെ കാണാൻ പോകും, ഇതുപോലെ എന്തെങ്കിലും ചെയ്യും. കാരണം അവൾ ആ ഡയറക്ഷന് പോകുന്നുണ്ട്, അവളുടെ കൂടെ തന്നെ പോകാൻ വേണ്ടി. ഞാനത് എന്തുപറ്റും കുറച്ച് മുമ്പേ ഞാൻ പറയാം പോകണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുപറ്റും വീണ്ടും വേറെ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അവൻ എന്നോട് ചോദിച്ചില്ല എന്താ കാര്യമൊന്നും ചോദിച്ചില്ല. ഞാൻ പറയുമ്പോൾ അവൻ എന്ത് ചെയ്യും, എൻ്റെ കൂടെ തന്നെ വരും. കാരണം എനിക്കറിയാം ഇപ്പം അവളുടെ കൂടെ പോയെന്ന് വെച്ചോ, അവൾ പോകുന്ന ഡയറക്ഷനിൽ തന്നെ പോകുന്നെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാൻ പറ്റും, കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും. അല്ലാതെ അതിൽ കൂടുതൽ ഡെവലപ്പ് ആവത്തുണ്ട്. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ സത്യത്തിൽ തന്നെ വേറൊരു പെണ്ണ് എവിടെയെങ്കിലും കാണുമായിരിക്കും. അവനെ കണ്ട ഇൻട്രസ്റ്റ് വരുന്നതും ഒറ്റയ്ക്ക് നിൽക്കുന്നതും അവനോട് മിണ്ടാൻ റെഡിയായിട്ട് നിൽക്കുന്നതും അവൈലബിലിറ്റി സമയമൊക്കെ ഉള്ളതായിട്ടുള്ളൊരു പെണ്ണ് കാണും. ഈ പെണ്ണിനെ കാണാനുള്ള ചാൻസ് മിസ്സാവും. അതായത് ആ ടൈമിൽ അങ്ങ് പോകും. അതായത് ഇപ്പം നിൽക്കുന്ന പെണ്ണുണ്ടല്ലോ, അച്ഛൻ്റെ അമ്മയുടെ ഒരു പെണ്ണ് നിൽപ്പുണ്ട്. അതുകൊണ്ട് അവൻ അവളുടെ പുറകെ പോയിക്കൊണ്ടിരുന്നാൽ അവളെ ഒട്ട് കിട്ടാനും പോകുന്നില്ല, വെറുതെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴും സത്യത്തിൽ തന്നെ അതേ സൂയിൽ വേറൊരു പെണ്ണ് കാണുമായിരിക്കും. അവനെ കണ്ടാൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് വരുമായിരിക്കും, അവൈലബിലിറ്റി ഉണ്ടായിരിക്കും, അവർ തമ്മിൽ സംസാരിക്കാൻ കുറേ സമയം കിട്ടുമായിരിക്കും. അവളെ കാണാതെ പോകും ഇവൻ, കാരണം ഈ പെണ്ണിൻ്റെ പുറകെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഈ പെണ്ണിൻ്റെ പുറകെ പോകണ്ട, വേറെ പെണ്ണിൻ്റെ പുറകെ പോകുമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചിട്ട് വേറെ ഡയറക്ഷനിൽ പോയി. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേറൊരു പെണ്ണിൻ്റെ അടുത്ത് പോയി. ഓക്കെ, വേറൊരു പെണ്ണ് മുന്നേ നടന്നു പോകുന്നുണ്ട്, അവൾ നോക്കുന്നുണ്ട്. അവന് ജസ്റ്റ് നോക്കിയിട്ട് അന്ത പെണ്ണ് കുറച്ച് ജാടയുള്ള പെണ്ണ് പോലെ, അവളാണെങ്കിൽ നോക്കുന്നുണ്ട്, അതുപോലെ നമ്മളോട് ഒരു ജാട പോലെ കാണിക്കുന്നുണ്ട്. അവൾ ഒറ്റയ്ക്കുള്ള പെണ്ണാണ്, അതുകൊണ്ട് തന്നെ മിണ്ടാനും പറ്റുമെന്നുള്ള രീതിയിൽ അവൻ എന്ത് ചെയ്ത്, അവൾ അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുന്നുണ്ട്. ഇവനെ എന്നെ വലിച്ചുകൊണ്ട് വാ നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും അവനോട്, നമ്മുടെ മുന്നെയാണ് പോകുന്നത്, ഒത്തിരി ക്ലോസ് ആയിട്ട് നടക്കണ്ട. അവൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, അപ്പം മനസ്സിലാവും നമ്മൾ ഒത്തിരി ക്ലോസ് ആയിട്ട് ചെന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ കാണിക്കണ്ട. പോകുന്നെങ്കിൽ ക്ലോസ് ആയിട്ട് പോകുന്നെങ്കിൽ ചെന്ന് ഡയറക്റ്റായിട്ട് ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്, അല്ലെങ്കിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ എന്നെ വലിച്ചിട്ട് ഒത്തിരി ക്ലോസ് ആയിട്ട് അവളുടെ ഏതാണ്ട് ഒരു കൈ അകലത്തിൽ വരെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്തു, അപ്പം തന്നെ മാറിയിട്ട് വേറെ ഡയറക്ഷനിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ക്ലോസ് ആയിട്ട് നടക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പാമ്പിനെ കാണാനൊക്കെ കയറി. അപ്പോഴും ഇവൾ അവിടെ തന്നെ ഉണ്ട്. തിരിച്ചിറങ്ങിയപ്പോഴും ഇവളൊരു ജാട പോലെ. ഞാൻ പറഞ്ഞ് നോക്കണ്ടെന്ന് പറഞ്ഞ്, അതിന് മൈൻഡ് ചെയ്യണ്ട, നോക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും മൈൻഡ് ചെയ്യാതെ അവിടെ എല്ലാം ഇരിക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ അവിടെ ഇരുന്നപ്പോൾ ഇവൾ അതുവഴി പാസ് ചെയ്ത് പോയി. ഞാനും നോക്കിയില്ല, അവനും നോക്കിയില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവൾ വീണ്ടും നോക്കി ഞങ്ങൾ എണീറ്റ് പുറകെ വരുന്നുണ്ടോയെന്ന്. അവൾ പയ്യെ സാവധാനം നടന്നിട്ട് തിരിഞ്ഞ് നോക്കി. അവൻ പറഞ്ഞ് പോയാലോ പുറകെ പോയാലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് പുറകെ പോകണ്ടെന്ന്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെ പറയാൻ കാരണം അന്ത പെണ്ണ് നല്ല അവൈലബിൾ ആയിട്ടുള്ള പെണ്ണ്, അതായത് അവൾ ഒറ്റയ്ക്കാണ്, അതുപോലെ അവൾക്ക് മിണ്ടാനും വേറെ കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ മാറി നിന്നാൽ മതി, അല്ലെങ്കിൽ അടുത്ത എവിടെ വന്നാൽ മതി, അവൻ തന്നെ ചെന്ന് മിണ്ടിക്കോളും. പക്ഷേ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഇല്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗേള് റോഡിൽ നിൽക്കുന്നു, ആ ഗേള് നമ്മളെ കാണുമ്പോൾ ജസ്റ്റ് മിണ്ടണമെന്ന് വെച്ചോ, മിണ്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20% വേണം. അവൾ നമ്മളെ നോക്കും, നമ്മളെ ഇങ്ങോട്ട് നോക്കാമായിരിക്കും, ഐ കോണ്ടാക്റ്റൊക്കെ നോക്കുമായിരിക്കും. ഒരു 30%, 40% ഒക്കെ ഉണ്ടെങ്കിൽ അവൾ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കും. അതായത് നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ ഇങ്ങോട്ട് നിൽക്കും, ചിലപ്പോൾ ചിരിച്ച് കാണിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അവളേതെങ്കിലും ഗ്രൂപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് മാറി നമുക്ക് ഈസി ആവാൻ വേണ്ടി നമ്മുടെ മുന്നിലൊക്കെ വന്ന് നിൽക്കും, സംസാരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയുണ്ട്. ഇപ്പം നിങ്ങളൊരു ഡൗട്ട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ചില പയ്യന്മാർ അങ്ങോട്ട് പോയി മിണ്ടുന്നുണ്ടല്ലോ, ഇതെങ്ങനെ നടക്കുന്നത്? ചില പെണ്ണുങ്ങൾ അങ്ങോട്ട് പോയി പയ്യന്മാർക്ക് മെസ്സേജ് ഇടുന്നുണ്ടല്ലോ, ഇതെങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, അപ്രോച്ചിങ് ഇൻട്രസ്റ്റ് ലെവലിന് ഇങ്ങനെ ഒരു സൈക്കോളജി ഉണ്ട് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ. അതായത് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അപ്രോച്ചിങ് ഇൻട്രസ്റ്റ് ലെവലിന് മേളിൽ ഇൻട്രസ്റ്റ് ലെവൽ ഉണ്ടെങ്കിൽ അവർ തന്നെ വന്ന് നമ്മളെ അപ്രോച്ച് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു പെണ്ണിന് ഒരു 60% നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ, ഇല്ല ഇവനെ വിട്ട് കളയാൻ പാടില്ല, ഇവനെ പോയി അപ്രോച്ച് ചെയ്യാം, അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ച് ചെന്ന് മിണ്ടാം, എന്തെങ്കിലും കാര്യം ചോദിച്ച് ചെന്ന് മിണ്ടാം, അല്ലെങ്കിൽ അടുത്ത് നിന്നോ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചെന്ന് മിണ്ടാം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ വന്ന് മിണ്ടും. അങ്ങനെ അവൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അവൾക്ക് 60% ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളെ വിട്ട് കളയാൻ തോന്നത്തില്ല. തുടക്കത്തിൽ തന്നെ 60% ഇൻട്രസ്റ്റ് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ നമ്മുടെ വേണം. എക്സ്പെഷ്യലി മെയിനായിട്ട് ലുക്കാണ് മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു വാല്യൂ. പെണ്ണുങ്ങൾ അങ്ങോട്ട് പോയി മിണ്ടുന്നതിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ റിച്ചായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിനിലൊക്കെ ലോങ് ആയിട്ടുള്ള യാത്രയൊക്കെ ഉണ്ടല്ലോ, അതിൽ നമ്മൾ എല്ലാവരോടും നല്ലപോലെയൊക്കെ മിണ്ടുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്നും മിണ്ടും. നമ്മൾ നല്ല ചില്ലാണ്, മിണ്ടിയ ഉറപ്പായിട്ട് നമ്മൾ തിരിച്ച് മിണ്ടും, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് തന്നെ മിണ്ടും. ഓക്കെ, ഞാൻ അവനോട് പറഞ്ഞ് അവളതിന് മൈൻഡ് ചെയ്യണ്ട, മിണ്ടണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൾ നല്ല അവൈലബിൾ ആണ്, അവനോട് മിണ്ടാൻ നല്ല ഇൻട്രസ്റ്റ് ഇല്ല, ചെറിയൊരു ഇൻട്രസ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് തിരിഞ്ഞ് നോക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പുറകെ പോകുമ്പോൾ ചേസ് ചെയ്യുന്ന പോലെ തോന്നും, ഒരു വിലയില്ലാത്ത പോലെ തോന്നും. നമ്മൾ ഒരുപാട് അവൈലബിൾ ആയിട്ട് അവരെവിടെയൊക്കെ പോകുന്നു അവിടെ നമ്മൾ പോകുന്നില്ലായിരിക്കും. മെയിനായിട്ട്
ഇതുപോലുള്ള സാഹചര്യത്തിൽ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ അവർ പോകുന്ന റൂട്ടിൽ നമ്മൾ നമ്മുടെ റൂട്ട് കളഞ്ഞിട്ട് പോകുന്ന പോലെ അങ്ങനെ ഉണ്ടായിരിക്കരുത് ഒരിക്കലും. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അവരെക്കാൾ ഒരുപാട് ഇൻട്രസ്റ്റ് നമ്മൾ കൂടുതൽ കാണിക്കുന്നു, ഒരുപാട് എഫേർട്ട് അവൈലബിലിറ്റി നമ്മൾ കൊടുക്കുന്നു, നമ്മുടെ പ്രയോറിറ്റി മാറ്റി പുറകെ പോകുന്ന പോലെ ഇരിക്കും. അവർക്ക് അങ്ങനെ ഫീൽ ആവരുത്. എങ്ങനെ ഫീൽ ആവണമെന്ന് വെച്ചാൽ ഒരു പയ്യൻ അവനും സൂവിൽ അല്ലെങ്കിൽ മൃഗശാലയിൽ സൂവിൽ വന്നിട്ടുണ്ട്. അവനും ഓരോന്നിനെയൊക്കെ നോക്കുന്നു, ഞാനും ഓരോന്നിനെ നോക്കുന്നു. അവൻ അവൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ എന്നോടൊരു ചെറിയൊരു ഇൻട്രസ്റ്റ് വന്നുകൊണ്ട് എന്നെ നോക്കുന്നു. ഞാനും അതുപോലെ തന്നെ ഞാൻ എൻ്റെ കാര്യം നോക്കാൻ വേണ്ടി വന്ന് അപ്പോൾ ഞാൻ ഈ കാണുന്നതിനിടയിൽ അവനോടൊരു ഇൻട്രസ്റ്റ് വന്ന് അവനെ നോക്കുന്നു എന്നൊരു ഫീൽ വരണം. മനസ്സിലായി? അല്ലാതെ സൂയി വന്നിട്ട് നമ്മൾ ഇതെല്ലാം കളഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന പോലെ ഇരിക്കരുത്. ചെയ്യാം. എപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു പെണ്ണ് നല്ല ഇൻട്രസ്റ്റ് നിങ്ങളോട് കാണിക്കുന്നു, ഒരുപാട് നിങ്ങളെ നോക്കുന്നു, വീണ്ടും നോക്കുന്നു, അത് നമ്മൾ ചെന്ന് മിണ്ടാൻ വേണ്ടി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി മാറ്റിയിട്ട് അങ്ങോട്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ, ചേസിങ് വേറെ, ഷോയിങ് ഇൻട്രസ്റ്റ് വേറെ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ഞാൻ ലിങ്ക് ഇട്ടുതരാം. അപ്പോൾ എന്തുകൊണ്ട് അവളെ നോക്കണ്ട, തുരിഞ്ഞ് നോക്കണ്ട എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പെണ്ണ് നോക്കുന്നുണ്ട്, പക്ഷേ അപ്രോച്ച് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല, വന്ന് മിണ്ടാനോ അല്ലെങ്കിൽ അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അതായത് എങ്ങനെ ഇത് പറഞ്ഞു തരണമെന്ന് വെച്ചാൽ, അതായത് അവൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവളുടെ ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ കൂടണം. അതിനുവേണ്ടി ഇപ്പോഴും അവനുള്ള ലെവലിൽ നിന്ന് കുറച്ചുകൂടെ അവൻ്റെ വാല്യൂ കൂട്ടേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പെട്ടെന്ന് നടക്കത്തുമില്ല. ഒന്നെങ്കിൽ രണ്ട് കൽപ്പിച്ച് പോയി മിണ്ടണം. രണ്ട് കൽപ്പിച്ച് പോയി മിണ്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒരു പെണ്ണിനോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിരിക്കും ഒരുപാട് പയ്യന്മാർ മിണ്ടുന്നത്. നേരിട്ട് മിണ്ടിയാലും വീക്കായിട്ട് കോൺഫിഡൻറ്റ് ഇല്ലാതായിരിക്കും മിണ്ടുന്നത്. ആകുമ്പോൾ ഈ ധൈര്യത്തോടെ മിണ്ടിയാലും ചിലപ്പോൾ ചെറിയ ചാൻസ് ഉണ്ട്. അതായത് ഒരു പയ്യൻ എന്നോട് കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങോട്ടൊന്ന് മിണ്ടിയെന്ന് പറഞ്ഞിട്ട് ആ പയ്യനോട് ചെറിയൊരു ഇൻട്രസ്റ്റോടെ കൂടും, മുമ്പുള്ളതിനേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടും. അല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ റോഡിൽ വെച്ചൊരു പെണ്ണിനെ കാണുന്നു, അവൾ നിങ്ങളെ ചുമ്മാ നോക്കുന്നുണ്ട്, പക്ഷേ ചുമ്മാ നോക്കുന്നേ ഉള്ളൂ. ഒരുപാട് താല്പര്യമുള്ള നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ആ പെണ്ണിന് നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയെങ്കിൽ അവൾ മിണ്ടിയേനെ. അതായത് ഇപ്പം നിങ്ങളുള്ള ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എത്രത്തോളം അട്രാക്റ്റീവ് ആണോ അതിൽ നിന്ന് കുറച്ചുകൂടെ നിങ്ങൾ അട്രാക്റ്റീവ് ആയിരുന്നെങ്കിൽ അവൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വന്നേനെ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ലപോലെ തന്നെ നോക്കിയേനെ. ഇപ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ മൊട്ടത്തലയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ മുടിയുള്ളപ്പോഴേ നിങ്ങൾ നല്ല ഭംഗി, അല്ലെങ്കിൽ താടിയുള്ളപ്പോഴേ നിങ്ങൾ നല്ല ഭംഗി, അങ്ങനെ വിചാരിച്ചോ. ഇപ്പം നിങ്ങൾ മുടി താടി മൊത്തം ഫുൾ ഷേവ് ചെയ്ത് അല്ലെങ്കിൽ മൊട്ടത്തല അടിച്ച് നിൽക്കുമെന്ന് വെച്ചോ. അപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാം, മൊട്ടത്തലുള്ളപ്പോൾ നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഭംഗി കുറവാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, മുടിയുള്ളപ്പോഴേ നിങ്ങൾ നല്ല ഭംഗി, പെണ്ണുങ്ങളൊക്കെ നോക്കുന്നു, മുടി ഇല്ലാത്തതുകൊണ്ട് പെണ്ണുങ്ങൾ നോക്കുന്നില്ല, അങ്ങനെ നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾ മൊട്ടത്തലയും കൊണ്ട് റോഡ് ഇറങ്ങി ഒരു പെണ്ണ് നിങ്ങളെ നോക്കാതെ പോയി. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ സംഭവം നിങ്ങൾക്കറിയാം, അവൾക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരുന്നെങ്കിൽ അവളിപ്പോൾ എന്നെ നോക്കിയേനെ. അവളിപ്പോൾ ജസ്റ്റ് എന്നെ വെറുതെ നോക്കിയിട്ട് പോയതേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടെ അവൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയെങ്കിൽ അവൾ എന്നെ നോക്കി നിന്നേനെ. അതായത് നിങ്ങൾക്ക് മുടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, എനിക്ക് മുടി ഉണ്ടായിരുന്നെങ്കിൽ ഇവൾ ഉറപ്പായിട്ട് എന്നെ നോക്കിയേനെ. മുടി ഇല്ലാതായിപ്പോയി, മുടി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവൾ എന്നെ നോക്കിയിട്ടേ പോകത്തുള്ളായിരുന്നു, അല്ലെങ്കിൽ സെറ്റായേനെ. ഇപ്പോൾ മുടി ഇല്ലാതായിപ്പോയി, മുടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ സംഭവം. ഞാൻ ഇപ്പം ഇവളെന്നെ നോക്കാതെ പോയത്, ഇവക്ക് ഇൻട്രസ്റ്റ് വരാനുള്ള ആ ഒരു അട്രാക്റ്റീവ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ആയിരുന്നെങ്കിൽ ഇവക്കൊരു ഇൻട്രസ്റ്റ് വന്നേനെ. ഇവളെന്നെ കുറച്ചുകൂടെ നല്ലപോലെ നോക്കിയേനെ. ഞാൻ മിണ്ടാൻ വേണ്ടി ഇവൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തേനെ. ഇവൾ ഉടനെ പോകത്തില്ലായിരുന്നു, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നിന്നേനെന്ന് വിചാരിക്കും. അപ്പോൾ ഇതേ കാര്യം തന്നെ എൻ്റെ അനിയൻ്റെ കാര്യത്തിൽ നടന്നത്. അവൾ നോക്കുന്നുണ്ട്, പക്ഷേ അവൻ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ആയിരുന്നെങ്കിൽ അവൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തേനെ, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തേനെ. അവൻ വന്ന് മിണ്ടോ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെയ്തേനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരുപാട് തവണ തിരിഞ്ഞ് നോക്കിയേനെ. ഇങ്ങനെ നോക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്, ഇങ്ങനെ മിക്സായിട്ട് ഹോട്ട് ആൻഡ് കോൾഡായിട്ട് അവൾ കാണിക്കത്തില്ലായിരുന്നു. ഇതേ പെണ്ണ് തന്നെ മുമ്പോട്ട് പോകുമ്പോൾ വേറൊരു പയ്യനെ കാണും, കുറച്ചുകൂടെ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നും. ബിഗിനിങ്ങിൽ ലുക്ക് അതുപോലെ കുറച്ച് വാല്യൂ തോന്നണം. ഓക്കെ, അതായത് എക്സാമ്പിളിന് ലുക്ക് പറയാം, ലുക്ക് വേണമെന്ന് ഞാൻ പറയുന്നില്ല. അതേ പെണ്ണ് തന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ വേറൊരു പയ്യനെ കാണുന്നു, അവളെക്കാളും നല്ല ലുക്കുണ്ട്. അപ്പോഴെന്തുപറ്റും, അവന് വേണ്ടി കുറച്ച് അവൾക്ക് അവനെ കാണുമ്പോൾ നല്ല വാല്യൂ ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി അവൾ ഒരുപാട് ആഗ്രഹിക്കും. അതിനുവേണ്ടി അവന് കാര്യങ്ങൾ ഈസി ആയിട്ട് കൊടുക്കാൻ വേണ്ടി എവിടെയെങ്കിലും ചെന്ന് ഒറ്റയ്ക്ക് മാറി നിൽക്കും, അല്ലെങ്കിൽ അവനോട് ചെന്ന് എന്തെങ്കിലും സമയം എന്തായി എന്തെങ്കിലും പറഞ്ഞ് മിണ്ടാൻ നോക്കും, ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇതെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എടാ ഇനി അവളെ മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു. എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, അവനെ അവൾ മൈൻഡ് ചെയ്ത് പോയത്, ഇപ്പം അവൻ എന്തോ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ആയിരുന്നെങ്കിൽ അവൾ നോക്കിയാൽ എന്തോ കാര്യത്തിൽ. ഓക്കെ, അവൾ ചിലപ്പോൾ ലുക്കായിട്ട് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ കാണും, അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ കുറച്ചുകൂടെ റിച്ച് ആയിരിക്കണം ചിന്തിക്കും, അവളെക്കാളും കുറച്ചുകൂടെ ഏജ് കൂടിയതായിരിക്കണം ചിന്തിക്കും. ഇതുപോലെ അവൾക്ക് കുറച്ച് ബോധത്തോടുള്ള കുറച്ച് കാര്യങ്ങൾ അവളുടെ ഉള്ളിൽ കാണും, അവൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ബോധത്തോടുള്ള കാര്യങ്ങൾ പെണ്ണുങ്ങൾ ബോധത്തോടെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ സബ് കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താൽ മതി, അവർ അട്രാക്റ്റ് ആയിക്കോളും.
അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റായിട്ട് ചെയ്ത വീഡിയോ. പക്ഷേ അത് അങ്ങനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരോട് പെരുമാറി അട്രാക്റ്റ് ചെയ്യണം. ഓക്കെ, അത് അവരുമായിട്ട് നമ്മൾ ഇടപെട്ട് കുറച്ച് നാൾ മിണ്ടി, അല്ലെങ്കിൽ കുറച്ചധികം സമയം മിണ്ടി, ഓക്കെ, കുറച്ച് മണിക്കൂറുകളായാലും കുറേ നേരം മിണ്ടി, അങ്ങനെ അത് വരുത്താൻ പറ്റും. അതിന് അവരുടെ അവൈലബിലിറ്റി നമുക്ക് വേണം. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും തുടക്കത്തിൽ ഒരു പെണ്ണ് ബോധത്തോടെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ അവർ നമ്മളെ തുടക്കത്തിൽ നല്ല വാല്യൂ ആയിട്ട് കാണും. ഇതിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ ഒരു പെണ്ണിന് മ്യൂസിക് ഇഷ്ടമാണ്, ഞാൻ മ്യൂസിക് പഠിച്ചിട്ട് ചെന്നാൽ തുടക്കത്തിൽ അവൾക്ക് എന്നെ നല്ല വാല്യൂ ആയിട്ട് കാണും, എന്നോട് മിണ്ടും. സബ് ആയിട്ട് അവൾ അവൾ പോലും അറിയാത്ത പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ട് കുറച്ച് നാളെ ഞാൻ എന്നെ വിട്ടിട്ട് പോകും. എന്നാൽ പോലും തുടക്കത്തിൽ അവൾ എന്നെ അതുകൊണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റെ അനിയൻ്റെ തുടക്കത്തിൽ അവൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അവൾ നോക്കിയില്ല. അപ്പോൾ എനിക്കത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ് നീ നോക്കണ്ട, നമ്മൾ നോക്കണ്ട, അതിനെ വിട്ടേരെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കേസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞല്ലോ, അവനോട് ആ പെണ്ണിനെ വിടാൻ പറഞ്ഞത് അവനിപ്പോൾ എന്തോ വാല്യൂ കുറവ് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അതായത് അവൾ ഫുൾഫിൽ ആയിട്ടില്ല, അവൾക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റിലോട്ട് അവൾക്കൊരു വാല്യൂ തോന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും കാര്യം ചെയ്ത് വാല്യൂ കൂട്ടേണ്ടി വരും. അവൻ ഒറ്റയടിക്ക് അവിടെ ഇരുന്നുകൊണ്ട് വാല്യൂ കൂട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് വിടാൻ പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, അവൾ അവൈലബിളാണ്. അവൾ ഒരുപാട് നേരം ഇപ്പോൾ പാർക്കിൽ അല്ലെങ്കിൽ സൂവിലൊക്കെ ഒരു പെണ്ണ് വരുന്നത് എന്തിനാണ്? സമയം ചിലവഴിക്കാൻ. അതുകൊണ്ട് അവൾക്ക് ഒരുപാട് സമയമുണ്ട്. അവന് വേണമെങ്കിൽ പോയി മിണ്ടാൻ ഒരുപാട് സമയമുണ്ട്. തിരിച്ചവളും മിണ്ടും, അവൾക്ക് ഒരുപാട് സമയമുണ്ട്. അവൾ ഒറ്റയ്ക്കുമാണ്, പക്ഷേ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, അതായത് ആ പെണ്ണ് അവൈലബിളാണ്, പക്ഷേ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അവനോട് ഇൻട്രസ്റ്റ് ഇല്ല. ഞാനും ആ പെണ്ണിനെ നോക്കിയപ്പോഴും അവൾ വലിയ ജാട പോലെ. എനിക്ക് മനസ്സിലായി അവൾ അവൈലബിളാണ്, പക്ഷേ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ വിട്ടു. ഇനി വേറൊരു കാര്യം പറയാം, വേറെ സിറ്റുവേഷനെ കുറിച്ച് പറയാം നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടി. ഞാനിങ്ങനെ കുറച്ച് മാസങ്ങൾ മുമ്പ് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് വരാം ട്രെയിനിൽ വന്നപ്പോൾ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഞാനും അടുത്തടുത്ത് വയ്ക്കും. അതായത് ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു, ജനറൽ കമ്പാർട്ട്മെൻറ്റ്. ഞാനും കയറി, അവളും കയറി. ഞങ്ങൾ അടുത്തടുത്താണ് നിന്നത്. അന്ത പെണ്ണ് ഒരു ബ്യൂട്ടി പാർലർ അതുപോലെ എന്തോ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നൊരു പെണ്ണ്. ആ പെണ്ണ് അടുത്ത് നിന്നപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ജോക്കൊക്കെ പറഞ്ഞ് ജസ്റ്റ് എൻ്റെ അടുത്ത് നിൽക്കുവാണ്. അതുകൊണ്ട് മിണ്ടാൻ നല്ല സമയമുള്ളതുകൊണ്ട് ഞാനിത് അങ്ങോട്ട് കുറച്ച് കോമഡി പറഞ്ഞ് അങ്ങനെയൊക്കെ മിണ്ടി. അവളെന്തിട്ട് ഒരു ബേസിക് ഇൻട്രസ്റ്റ് വന്നു എന്നോട് മിണ്ടാൻ. ഞാനൊരു കോമഡി പറയാം, അവൾ ചിരിക്കും. ചളി കോമഡിയൊക്കെ ആയിരിക്കും പറയുന്നത്, അല്ലാത്ത കോമഡി പറയും, അവൾ ചിരിക്കും. അവൾ എന്നെ ഒരു നോർമൽ വാല്യൂ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളും എന്നോട് നല്ല ഇൻട്രസ്റ്റ് മിണ്ടുന്നുണ്ട്. അപ്പോൾ അവൾ മിണ്ടുന്തോറും അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് കൂടി വരുന്നുണ്ട്. എന്നിട്ട് അവളും എന്നോട് ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ മെമുവിലാണ് ബുക്ക് ചെയ്തേ, മെമു കിട്ടിയില്ല, അങ്ങനെ ഈ എക്സ്പ്രസ്സിൽ കയറിയേ, അങ്ങനെ പറഞ്ഞ് അവളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട്. അങ്ങനെ നല്ലപോലെ മിണ്ടിക്കൊണ്ടിരിക്കുന്നു. അവളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയും, ഞാൻ എൻ്റെ കാര്യം അങ്ങോട്ട് പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗേളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴായാലും ഒരു പെണ്ണ് അവളുടെ കാര്യങ്ങൾ ഒരുപാട് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ കോൺവെർസേഷനിൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, ഇങ്ങോട്ട് സംസാരിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ടോപ്പിക് ചോദിക്കാം, അങ്ങനെയാണോ ഇങ്ങനെയാണോ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അവർ ഒരുപാട് സംസാരിക്കും. അങ്ങനെ ഞാനും അവൾ നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് വന്നപ്പോൾ അറിഞ്ഞ് ഇവൾ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങും. അതായത് നെക്സ്റ്റ് സ്റ്റേഷനിൽ തന്നെ ഇറങ്ങും, ചങ്ങനാശ്ശേരി തന്നെ ഇറങ്ങും. ഒരു വഴിയില്ല. അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് കൂടിക്കൂടി വരുന്നുണ്ട്. മിണ്ടുന്തോറും ഇൻട്രസ്റ്റ് കൂടിക്കൂടി വരുന്നുണ്ട്. അവളാണെങ്കിൽ കോമഡിയൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ദേഹത്ത് അടിക്കുക ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ മിണ്ടി ക്ലോസ് ആയി വന്നപ്പോൾ തന്നെ അടുത്ത സ്റ്റേഷനെത്തി അവൾ പോവാണെന്ന് പറഞ്ഞു പോയി. ഞാൻ അവളുടെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ നമ്പറോ ഒന്നും വാങ്ങിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവളുടെ ബിഹേവിയർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ എങ്ങനത്തെ പെണ്ണാണെന്ന് വെച്ചാൽ ആളുകളോട് നേരിട്ട് കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് മിണ്ടുന്ന പെണ്ണ്, പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ മൈൻഡ് ചെയ്യത്തില്ല. ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള പെണ്ണെന്ന് എനിക്ക് മനസ്സിലായി അവളുടെ പെരുമാറ്റം കണ്ടപ്പോൾ. അതായത് ചില ആളുകൾ കാണും, നേരിട്ട് കാണുമല്ലോ, ഓക്കെ, ഇപ്പം കൂട്ടുകാരോ അതായത് അകന്ന കൂട്ടുകാരൊക്കെ കാണും, നേരിട്ട് കാണുമ്പോൾ നല്ല കമ്പനി ആയിരിക്കും, പക്ഷേ വീട്ടിൽ ചെന്നിട്ട് പിന്നെ വിളിച്ചെടുക്കത്തില്ല, പിന്നെ മെസ്സേജ് ഒന്നും അയക്കത്തില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോഴും നല്ല കൂട്ടുകെട്ടായിട്ട് നല്ല അടുപ്പമായിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ പിന്നെ വീട്ടിൽ വരുമ്പോൾ വിളിക്കത്തില്ല, മിണ്ടത്തില്ല, പിന്നെ അങ്ങനെ ഒരാളെ അറിയത്തുപോലുമില്ല. നമ്മൾ തന്നെ ആലോചിക്കും, ഇവൻ നമ്മളെ നേരിട്ട് കാണുമ്പോൾ നല്ല ഇതായിരുന്നല്ലോ, വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇവൻ നേരിട്ട് കാണുമ്പോൾ ഇത്ര ഇതുണ്ടായിട്ട് ഇവൻ എന്താ ഇങ്ങനെ. പിന്നെ അവൻ്റെ ഒരു വിവരമില്ല, അങ്ങോട്ട് വിളിച്ചാൽ എടുക്കത്തുമില്ല, ഓക്കെ, മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ തരത്തില്ല, അല്ലെങ്കിൽ ആണ്ടിലോ ചങ്കരാന്തിക്കോ വന്ന് റിപ്ലൈ തന്നിട്ട് പോകും. നമുക്ക് തന്നെ തോന്നും ഇവൻ തന്നെയാണോ വന്ന് മിണ്ടിയെന്ന് തോന്നും. അങ്ങനെ തോന്നും നമുക്ക്. നമ്മൾ അങ്ങോട്ട് വിളിച്ചാലും എടുക്കത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചില ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് അവളുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി അവൾ അങ്ങനത്തെ ബിഹേറുള്ളൊരു പെണ്ണാണെന്ന് മനസ്സിലായി. പിന്നെ വേറെ കാര്യം, അവൾ എന്നോട് മിണ്ടി നല്ലൊരു ഇൻട്രസ്റ്റ്, ഒരു 50% കൂടുതൽ ഇൻട്രസ്റ്റ് വന്ന് 50% കൂടുതൽ ഇൻട്രസ്റ്റ് വന്നാൽ ഒരു പെണ്ണ് തന്നെ ഇങ്ങോട്ട് ചോദിക്കും, ഇൻസ്റ്റാഗ്രാം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കും, ഓക്കെ, ഫേസ്ബുക്ക് ഉണ്ടോ, എന്തെങ്കിലും ചോദിക്കും, അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അവൾ തുറന്നതേയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ചോദിച്ചില്ല, ഇൻസ്റ്റാഗ്രാമോ നമ്പറൊന്നും ചോദിച്ചില്ല. അവൾ അങ്ങനെ ചോദിക്കാതിരുന്നപ്പോഴും എനിക്ക് മനസ്സിലായി ഇവൾ അങ്ങനെ ചെന്നിട്ട് പിന്നെ വിളിക്കുന്ന ടൈപ്പോ അങ്ങനെ നല്ലതെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നമ്പറൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും,
ആ പെണ്ണിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് എന്നോട്. അതായത് ഞാൻ ആ പെണ്ണിനോട് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ എനിക്ക് നല്ല ടൈം തരാൻ റെഡി ആയിരുന്നെങ്കിൽ, അതായത് അവളും തിരുവനന്തപുരം വരെ ഉണ്ടായിരുന്നെന്ന് വെച്ചു, ഞാൻ കോട്ടയത്ത് നിന്ന് കയറി, അവളും കോട്ടയത്ത് നിന്ന് കയറി, ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങുന്നു, അവളും തിരുവനന്തപുരത്ത് ഇറങ്ങുകയാണെങ്കിൽ 2 മണിക്കൂർ 3-3.5 മണിക്കൂർ നല്ല ടൈമുണ്ട്. അവൾ എനിക്ക് നല്ല അവൈലബിൾ ആണ്, ഇൻട്രസ്റ്റ് കൂട്ടി എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ അവൾ എനിക്ക് അവൈലബിൾ അല്ല. ഇപ്പം എത്ര കഴിവുള്ള ആളാന്ന് പറഞ്ഞാലും ഇപ്പം ഇൻട്രസ്റ്റ് കൂട്ടി എടുക്കണമെങ്കിൽ അവർ നമുക്ക് ടൈം തരണം. ഓക്കെ, ടൈം തരണം. അതുപോലെ അവരുടെ ബിഹേവിയറിൽ അവർ നമുക്ക് ടൈം തരുന്ന കാറ്റഗറി ആയിരിക്കണം. അവൾ അങ്ങനത്തെ കാറ്റഗറി അല്ലെന്നും തോന്നി. അതുപോലെ അവൾ ബ്യൂട്ടി പാർലർ അതുപോലെ എന്തോ ജോലി ചെയ്യുക. അവളാണെങ്കിൽ ആ യൂണിഫോം ഡ്രസ്സിലായിരുന്നു, നല്ല കോട്ടൊക്കെ ഇട്ട്, അതുപോലെ അവൾ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് നല്ല ഇതിലായിരുന്നു. എനിക്ക് മനസ്സിലായി അവളെന്തോ തിരക്കുള്ള ജോലി ചെയ്യുന്നത്, അങ്ങനെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ബിസി ഷെഡ്യൂളായിരിക്കും. അതുപോലെ ഇവിടെ ഇറങ്ങിയിട്ട് മൊബൈലിൽ കൂടെ സംസാരിക്കേണ്ടി വരും. നമ്മൾ അവർക്ക് ഒരുപാട് അവൈലബിലിറ്റി കൊടുക്കണം. പെണ്ണുങ്ങളോട് നമ്മളും വിളിക്കണം. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ ഇൻട്രസ്റ്റ് ഉള്ളൊരു പെണ്ണാണെങ്കിൽ നമ്മൾ ദിവസവും വിളിക്കേണ്ടി വരും. ചില ദിവസമൊക്കെ വിളിക്കാതിരിക്കണം, എന്നാലും നമ്മൾ അവർക്ക് അവൈലബിലിറ്റി കൊടുക്കണം. അവൈലബിലിറ്റി കൊടുത്താൽ ഇൻട്രസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ അതിനും പറ്റത്തില്ലെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ അതിലൊന്നും ചെയ്യാൻ നിന്നില്ല. പക്ഷേ ആ പെണ്ണിന് എന്നോടൊരു നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിൽ വെച്ച് തന്നെ അവളുടെ ഇൻട്രസ്റ്റ് കൂട്ടി 100 എത്തിക്കാൻ പറ്റിയെങ്കിൽ 100 എത്തിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവൾ അതിനുള്ളിൽ തന്നെ ഇറങ്ങേണ്ടി വന്നു. അവളുടെ സ്റ്റോപ്പ് അവൾക്ക് ഇറങ്ങിയേ പറ്റൂ. പിന്നെ ഞാനൊരാവശ്യത്തിന് പോകാൻ എനിക്ക് പോയേ പറ്റൂ, അല്ലാതെ ഇടയ്ക്ക് ഇറങ്ങുന്ന പരിപാടിയൊന്നുമില്ല. ആ പെണ്ണിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ആ പെണ്ണ് അവൈലബിൾ അല്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടും വേണം. ഒരു ഗേളിന് ഒരു നോർമൽ ഇൻട്രസ്റ്റ് എങ്കിലും നമ്മളോട് വേണം, അവൾ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. എങ്കിലേ നമുക്ക് നമ്മുടെ കയ്യിൽ എന്ത് തിയറി ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്ത് ടിപ്സ് അറിയാമെങ്കിലോ എന്ത് കാര്യം അറിയാമെങ്കിലോ അത് ഉപയോഗിക്കാൻ പറ്റും. വേറെ എക്സാമ്പിൾ, ഞാനാണെങ്കിൽ 1 വർഷം മുമ്പ്, 1 വർഷമല്ല 1-1.5 വർഷം മുമ്പ് ഒരു പെണ്ണിനോട് മിണ്ടായിരുന്നു. ഇവിടെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട. അവൾക്ക് എന്നോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കതുപോലെ നല്ല ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് മിണ്ടി എപ്പോഴും എന്നോട് തിരിച്ചും മിണ്ടാൻ നല്ല നോർമൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ കോമഡിയൊക്കെ പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്. എന്നോട് ചെറുതായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. എവിടെ വീട്, എന്താ, വീട്ടിലാരൊക്കെ ഉണ്ട്, എന്തോ ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ മനസ്സിലായി ആ പെണ്ണിന് എന്നോടൊരു നോർമൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ വിളിച്ചാൽ എടുക്കും, എന്നോടും ഇങ്ങോട്ട് വിളിക്കും. ആ പെണ്ണാണെങ്കിൽ ഈ അത്ലറ്റിക്സ് പോലെ, അതായത് ഈ ഫുട്ബോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ടൂർണമെൻറ്റ്, അവൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ ഇവളെന്താ വെച്ചാൽ ഫുള്ള് ബിസിയാണ്. ഇവൾ പ്രാക്ടീസ്, ഇവൾക്ക് റിലേഷൻഷിപ്പിലൊന്നും അധികം ഇൻട്രസ്റ്റ് ഇല്ല. ഇവൾ നല്ലപോലെ പാഷനേറ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പെണ്ണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവളെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവളുടെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. ഇവൾക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ലോങ് പ്രോസസ്സിലോട്ട് പോകും. അതായത് ഞാനൊരു സമയം കണ്ടെത്തി അങ്ങോട്ട് വിളിക്കണം. ആ ടൈമിൽ അവൾ ചിലപ്പോൾ പ്രാക്ടീസിലായിരിക്കും, ബിസി ആയിരിക്കും. അവൾക്ക് അവളായിട്ടുള്ളൊരു സ്കെഡ്യൂൾ കാണും, അതിലായിരിക്കും അവൾ. ഞാൻ ചിലപ്പോൾ അവൾ ഫ്രീ ആയിട്ട് വരും കുറച്ച് സമയം ഉണ്ടാകാൻ, അപ്പോൾ ഞാൻ ബിസി ആയിരിക്കും. അപ്പോൾ എന്ത് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അതൊരു ലോങ് പ്രോസസ്സിലോട്ടും ഒരു ധാരണയിൽ പോയാൽ ഒരുപാട് 6-7 മാസമൊക്കെ എടുത്തായിരിക്കും നല്ലൊരു ഇൻട്രസ്റ്റ് കൂടി വരുന്നത്. അത്രയും ടൈം വരെ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, അപ്പോൾ തന്നെ ഞാൻ അത് വിട്ട്. കാരണം അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അവൾ അവൈലബിൾ അല്ല. ഇനി വേറെ എക്സാമ്പിൾ പറയാം. ഇനി അവൈലബിളാണ്, നമ്മളോട് ഇൻട്രസ്റ്റ് ഇല്ല. ഈ കാറ്റഗറിയെ കുറിച്ച് പറഞ്ഞാൽ ഞാനിപ്പോൾ പെണ്ണുങ്ങളോട് അപ്രോച്ച് ചെയ്യാനൊന്നും അറിയത്തില്ല, പെണ്ണുങ്ങളോട് എങ്ങനെ മിണ്ടണമെന്ന് അറിയത്തില്ല. ഈ പ്രായത്തിൽ ഞാൻ എന്തെന്ന് വെച്ചാൽ എവിടെ പോയാലും ഞാനൊരു ടാസ്ക് വയ്ക്കും. ഈ മാസത്തിനുള്ളിൽ ഇത്ര പെണ്ണുങ്ങളോട് മിണ്ടണം, ഈ ആഴ്ചക്കുള്ളിൽ ഇത്ര പെണ്ണുങ്ങളോട് മിണ്ടണം, ഇത്ര പെണ്ണുങ്ങളോട് അങ്ങോട്ടും വേണ്ടി കോംപ്ലയിൻറ്റ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഓരോ ടാസ്ക് വയ്ക്കും. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് നോക്കും. അതിനുവേണ്ടി ഒരുപാട് പെണ്ണുങ്ങളോട് മിണ്ടും. ഈ ബസ് സ്റ്റോപ്പിലൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്ത് സീറ്റ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ട്രെയിനിൽ തൊട്ടടുത്ത് സീറ്റ് ഇരിക്കുന്നത്, ബസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കാതൊക്കെ തൊട്ടടുത്ത് വന്നിരിക്കുമല്ലോ, അങ്ങനെ അടുത്തിരിക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ അങ്ങോട്ട് തന്നെ മിണ്ടാൻ നോക്കും. എവിടെ പോകാൻ എന്തെങ്കിലും ചോദിച്ച് മിണ്ടാൻ നോക്കും. അവിടെ ഒരുപാട് പെണ്ണുങ്ങൾ അവൈലബിൾ ആയിരിക്കും. അതായത് ട്രെയിനിൽ ചിലപ്പോൾ 10 മണിക്കായിരിക്കും ഞങ്ങൾ മിണ്ടുന്നത്, ട്രെയിൻ ചിലപ്പോൾ 12 മണിക്കായിരിക്കും. 12 മണി വരെ 2 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഒരു നോർമൽ ബേസിക്കായിട്ടെങ്കിലും നല്ലൊരു ഇൻട്രസ്റ്റ് കൂട്ടിയെടുക്കാൻ പറ്റും. നമ്പർ വാങ്ങി വീട്ടിൽ ചെന്ന് വിളിക്കാൻ പറ്റുന്ന പോലെ അവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് വരുന്ന പോലെ ആക്കിയെടുക്കാൻ പറ്റും. ഞാനത് ട്രൈ അങ്ങോട്ട് മിണ്ടുമ്പോൾ അവർ നോർമലായിട്ടേ മിണ്ടത്തുള്ളൂ. എവിടെ പോകാണെന്ന് ചോദിച്ചാൽ എവിടെ പോകാണെന്ന് പറയും. നമ്മളോട് എവിടെ പോകാൻ ചോദിക്കും. അവരോട് എന്ത് ചെയ്യാൻ ചോദിക്കും, അവരെന്ത് ചെയ്യുകയാണെന്ന് പറയും. നമ്മളോട് എന്ത് ചെയ്യാൻ ചോദിക്കും. ഇതുപോലെ നോർമലായിട്ട് നമ്മൾ ചോദിക്കുന്ന അവർ ഉത്തരം പറയുന്നത്, നമ്മളെന്തെങ്കിലും ടോപ്പിക് ഇടുന്ന അവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 സെക്കൻഡ് നമ്മൾ മിണ്ടായിരുന്ന അവരൊന്നും സംസാരിച്ച് തുടങ്ങത്തില്ല. നമ്മളെന്തെങ്കിലും കോമഡി പറഞ്ഞാൽ ജനറലായിട്ട് ചിരിക്കും. അതായത് സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാളിനോട് കൊടുക്കേണ്ട ബേസിക് ഒരു മര്യാദ ഉണ്ടല്ലോ, അത് മാത്രമേ തരത്തുള്ളൂ. എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവൈലബിലിറ്റി നല്ലപോലെ ഉണ്ട്. നമ്മുടെ തൊട്ടടുത്തായിരിക്കുന്നത് നമ്മൾ ഒത്തിരി അവൈലബിൾ ആണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് നമ്മളോട് വന്നിട്ടില്ല. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് ടൈം കളയാൻ നോക്കല്ലേ. എനിക്ക് ആദ്യം ഇത് അറിയത്തില്ലായിരുന്നു, പിന്നെ ഇത് മനസ്സിലായി. ഇങ്ങനെ 4 കാറ്റഗറി ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി ഒരുപാട് പെണ്ണുങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോൾ.
അപ്പോൾ ഞാൻ അന്ന് മുതൽ അവൈലബിലിറ്റി ഒരുപാട് കൂടുതലാണ്. പക്ഷേ നമുക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ ഇത്രയും മിണ്ടുമ്പോൾ നോർമലായിട്ട് നമ്മളൊരു വാല്യൂ ആയിട്ട് കാണുന്നൊരു പെണ്ണാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത്ര മിണ്ടുമ്പോൾ കുറച്ചായിട്ട് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആകാൻ തുടങ്ങും, നമ്മളോട് മിണ്ടാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയി അല്ലെങ്കിൽ 10-20 മിനിറ്റ് ആയി അതായത് നമുക്ക് തന്നെ തോന്നുവാണ് ഇതിൽ കൂടുതൽ സംസാരിച്ചാൽ ശരിയാവത്തില്ല, എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ സംസാരിച്ച് നോക്കി എന്ന് നമുക്ക് തന്നെ തോന്നും. ഇത്രയൊക്കെ പോരെ എന്ന് നമുക്ക് തന്നെ തോന്നും. അത്രയൊക്കെ ആയിട്ടും അവരുടെ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് പോകണം. കാരണം അവിടെ പിന്നെ ടൈം വേസ്റ്റാണ്. ഓക്കെ, എന്നിട്ടും നമ്മളോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലെങ്കിൽ അവർ നമ്മളെ സത്യത്തിൽ നമ്മളെ ഒരു നോർമൽ വാല്യൂ ആയിട്ട് പോലും കാണുന്നില്ല, അവർ സാധാരണയായിട്ട് കാണുന്നതായിരിക്കും അർത്ഥം. നമ്മളൊരു നോർമലായിട്ടെങ്കിലും കാണുന്നെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ മിണ്ടുന്ന എന്തെങ്കിലും കോമഡി ആയിട്ടൊക്കെ സംസാരിക്കുന്നത്, കാഷ്വലായിട്ട് സംസാരിക്കുന്നത്, നമ്മളെന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വരുമ്പം ഇൻട്രസ്റ്റ് പയ്യെ അതായത് സംസാരിക്കാനുള്ളൊരു ഇൻട്രസ്റ്റിങ്ങിൽ അവർക്ക് വരാൻ തുടങ്ങും. അത് വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് വിട്ടിട്ട് അടുത്ത ആളുടെ അടുത്ത് പോകണം. എന്തിന് പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ ഒഴിവാക്കുന്നതല്ല നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അവരെ ഒഴിവാക്കി പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളോട് നല്ലപോലെ, അതായത് നിങ്ങളിപ്പം ഇതുപോലെ അരമണിക്കൂർ 3/4 മണിക്കൂർ നിങ്ങളുടെ എനർജി സമയം കളഞ്ഞ് മിണ്ടിയാൽ നല്ലൊരു ഇൻട്രസ്റ്റ് വരുന്നൊരു പെണ്ണ് ആ സ്റ്റേഷനിൽ തന്നെ എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ തന്നെ എവിടെയെങ്കിലും കാണും. ആ പെണ്ണിൻ്റെ അടുത്ത് നിങ്ങൾ അറിവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ റിസൾട്ട് കിട്ടാത്ത ഈ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ സമയം കളഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഉണ്മയിൽ യഥാർത്ഥത്തിൽ തന്നെ നിങ്ങൾ ഇത്ര എഫേർട്ട് എടുത്താൽ തന്നെ നിങ്ങളോട് നല്ല ഇൻട്രസ്റ്റ് വരുന്നൊരു പെണ്ണ് നിങ്ങളുള്ളിടത്ത് തന്നെ കാണും, അല്ലെങ്കിൽ അടുത്ത സിറ്റിയിലോ എവിടെയെങ്കിലും തന്നെ കാണും. അവിടെ പോയി പെണ്ണുങ്ങൾ ഒരുപാടുള്ളിടത്ത് പോകണം. അവിടെ ആ പെണ്ണ് നിങ്ങൾക്കായി കാത്തിരിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞ കോൺഷ്യസ് ആയിട്ട് കാത്തിരിക്കുമെന്നല്ല, അങ്ങനെ ഒരു പെണ്ണുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഡെവലപ്പ് ചെയ്യാനേ പറ്റാത്ത, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാത്ത, ചാൻസ് കുറവായിട്ടുള്ള ഈ പെണ്ണിൻ്റെ അടുത്ത് നിങ്ങൾ ഇരിക്കുന്ന അതേ ടൈം നിങ്ങൾ അവളോട് പോയി മിണ്ടുവാണെങ്കിൽ ആ പെണ്ണ് ചിലപ്പം നല്ല ചാൻസ് ഉള്ള പെണ്ണാണ്, അവൾ ചിലപ്പോൾ ഡെവലപ്പ് ആവും. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ രീതിയിൽ വേണം ചിന്തിക്കാൻ. ഇതേ കാര്യം തന്നെ മുമ്പ് ഞാൻ സൂയിൽ വെച്ച എക്സാമ്പിൾ പറഞ്ഞേ. ഒരു പെണ്ണ് ഉണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആ പെണ്ണ് ഒറ്റയ്ക്കാണ്, അവൾ അവൈലബിൾ ആണ്. അവൾ സൂയിൽ നിന്ന് ഇറങ്ങുന്നവരെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നല്ല അവൈലബിളാണ്, നമുക്ക് സംസാരിക്കാം. ഓക്കെ, നമ്മൾ ചെന്ന് സംസാരിക്കുന്നത്, അവൾ നല്ല അവൈലബിളാണ്. പക്ഷേ തിരിച്ച് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 10-20 മിനിറ്റ് നമ്മൾ അവരോട് ഒത്തിരി ഇൻട്രസ്റ്റ് കാണിക്കാതെ, ഒത്തിരി പ്രപ്പോസ് അതൊന്നും ചെയ്യാതെ നോർമലായിട്ടൊക്കെ മിണ്ടി നോക്കണം. അവർ നമ്മളോട് ഒരു ഫ്രണ്ട്ലി ആയിട്ടെങ്കിലും ഒന്നും മിണ്ടി വരുന്നില്ലെങ്കിൽ അവർ നമ്മളെ വാല്യൂ കുറച്ച് കാണുന്നു, നിങ്ങളെ ലോ വാല്യൂ ആയിട്ട് കാണുന്നതല്ല, നിങ്ങളോട് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും അവർക്ക് വരുന്നില്ല നിങ്ങളെ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിച്ച് ഇതേ രീതിയിൽ തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങളോട് ഫീലിങ്സ് വരുന്ന പെണ്ണുങ്ങളുണ്ട് ഉറപ്പായിട്ടും. ആ പെണ്ണുങ്ങളെ ഫിൽറ്റർ ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾ അടുത്ത പെണ്ണിനോട് മിണ്ടണം. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഞാനും അനിയനോട് റെയിൽവേ സ്റ്റേഷനിൽ, സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി ഞങ്ങൾ സൂവിലൊക്കെ പോയി, അതൊക്കെ കഴിഞ്ഞിട്ട് വെളിയിറങ്ങിയിട്ട് മ്യൂസിയം പാർക്കിലൊക്കെ ഇരുന്നിട്ട് വെളിയിലിറങ്ങിയപ്പോൾ അടുത്ത് എങ്ങോട്ട് പോകണമെന്നൊരു കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞു ചുമ്മാ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാം, റെയിൽവേ സ്റ്റേഷനിൽ ചുമ്മാ അങ്ങോട്ട് കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെ അങ്ങോട്ട് ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോഴും ഒരുപാട് പെണ്ണുങ്ങളെ നോക്കുന്നുണ്ട്, ഒരുപാട് പെണ്ണുങ്ങൾ നോക്കുന്നുണ്ട്. നോക്കുന്നതിൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ചില പെണ്ണുങ്ങൾ ട്രെയിനിൽ ഇരുന്ന് നോക്കുന്നു, ട്രെയിൻ അപ്പോൾ തന്നെ എടുക്കാൻ പോകുമായിരിക്കും, ഒരു വഴിയില്ല, അവൈലബിലിറ്റി കുറവാണ്, അതുകൊണ്ട് പറ്റത്തില്ല. അവനെന്നെ അറിയാം ട്രെയിൻ ഇപ്പോൾ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് കാര്യമില്ലെന്നറിയാം. അല്ലെങ്കിൽ ചിലതിൻ്റെ കൂടെ അച്ഛനും അമ്മയും കാണും, ചില ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടായിരിക്കും, അവർ അച്ഛനോ ആരെല്ലാം അടുത്തുണ്ടോയെന്ന് അറിയത്തില്ല. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. മിണ്ടാതിരിക്കും. ഇവനിങ്ങനെ നടന്നു വന്നപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിൻ, ആ ട്രെയിൻ അപ്പോഴൊന്നും എടുക്കത്തില്ലെന്ന് തോന്നുന്നു. അത് കുറേ നേരം അവിടെ നിർത്തിയിട്ടിരിക്കുക. ആ ട്രെയിനിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട്, അത് ഇരിക്കുന്നവരൊക്കെ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട്. അപ്പോഴും മനസ്സിലായി ആ ട്രെയിൻ അപ്പോഴൊന്നും എടുക്കാൻ പോകുന്നില്ല, എല്ലാവരും ഫ്രീ ആയിട്ട് വെളിയിലൊക്കെ ഇറങ്ങി നിൽക്കുക. അതിൽ ഒരു പെണ്ണിരിപ്പുണ്ട്, ആ പെണ്ണ് അവനെ നോക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ നടന്ന് പാസ് ചെയ്ത് പോയപ്പോൾ ജനലിൽ കൂടെ ആ പെണ്ണ് നോക്കുന്നുണ്ട്. ഇവൻ എന്തെന്ന് വെച്ചാൽ പറഞ്ഞ അളിയാ ആ പെണ്ണ് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നടന്ന് വീണ്ടും അവളെ കാണാൻ പറ്റുന്ന പോലെ തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ അവളെ നേരെ ഓപ്പോസിറ്റ് കാണാൻ പറ്റുന്ന പോലെ അവിടെ ഈ നീളമുള്ള കസേര ഉണ്ടല്ലോ, നീളത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് പേർക്ക് അതിലിരുന്ന്. ഞാനാണെങ്കിൽ എൻ്റെ ഫോണാണെങ്കിൽ ചാർജ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചാർജർ കൊണ്ട് കറങ്ങി നടക്കുക. പിന്നെ ഞാനും അവൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് അവിടെ ഒരു 10-15-20 മിനിറ്റോളം അവിടെ ഇരുന്ന് 20 മിനിറ്റോളം ഇരുന്ന് അവളാണെങ്കിൽ നോക്കുന്നുണ്ട്, ജസ്റ്റ് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ ഫോണിലൊക്കെ നോക്കിയിരിക്കും. എന്നിട്ട് അപ്പുറത്ത് അമ്മ ഇരിപ്പുണ്ട്. അമ്മ ഞങ്ങൾ നോക്കുന്നൊന്നുമില്ല, ഒരു വട്ടം നോക്കി. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവൾക്ക് നോക്കാൻ പറ്റും, ഇവൾ ജസ്റ്റ് വെറുതെ ഒക്കെ അവനെ നോക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവളുടെ കാര്യം നോക്കിയിരിക്കും. ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ നോക്കും. ഇല്ല ചില്ലറ പൈസ കിട്ടുമല്ലോ, അതുപോലെ ചുമ്മാ നോക്കും. വലിയ താല്പര്യമൊന്നുമില്ല, വെറുതെ നോക്കും. വെറുതെ നോക്കിയിട്ട് പിന്നെ എന്ത് പറ്റും, അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവന് കുറ്റം പറയല്ല. അവൻ വിചാരിക്കുന്നത് ചെറിയൊരു ചാൻസ് ഉണ്ടല്ലോ, അവൾ ജസ്റ്റ് നോക്കുന്നുണ്ടല്ലോ,
ചിലപ്പോൾ കിട്ടിയാലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവന് ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അവന് തന്നെ മനസ്സിലായി ഇവൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കത്തുള്ളൂ, അല്ലാതെ ഒന്നുമില്ല, വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അവനുള്ള പോലുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അപ്പോൾ തന്നെ എണീറ്റ്. എന്നിട്ട് ഞങ്ങൾ ആ പ്ലാറ്റ്ഫോമിലൊക്കെ പെണ്ണുങ്ങളൊക്കെ വായി നോക്കി കുറച്ച് നേരം നടന്നിട്ട് പിന്നെ അവനെ ബസ് കയറ്റി വിടാൻ വന്ന്. എന്നിട്ട് അവന് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവൈലബിലിറ്റി, ചില പെണ്ണുങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കും, ചില അവൈലബിലിറ്റി അല്ലായിരിക്കും. ഇങ്ങനെ ഞാൻ ഇത് പറഞ്ഞ കുറേ കാര്യങ്ങളെല്ലാം ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. നീ ഇങ്ങനെ ചാൻസ് ഇല്ലാത്ത പെണ്ണിൻ്റെ പുറകെ പോവല്ലേ. ഒരു പെണ്ണിന് ജസ്റ്റ് ഇൻട്രസ്റ്റ് കാണിക്കുന്നെങ്കിൽ അവിടെ ചാൻസ് കുറവാണ്, ഇല്ലെന്ന് പറയുന്നില്ല, എന്നാലും ചാൻസ് കുറവാണ്. അതുപോലെ അവളുടെ അവൈലബിലിറ്റിയും കുറവാണ്. ഇപ്പോൾ ട്രെയിനിൽ വെച്ച് കണ്ട പെണ്ണ് അവളുടെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. അമ്മ അടുത്തുണ്ടെങ്കിൽ പോലും ചുമ്മാ എന്തെങ്കിലും ആംഗ്യമൊക്കെ കാണിച്ചു വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാം. എന്നിട്ടിങ്ങനെ അവൾ വേണമെങ്കിൽ അവൾ ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ പേപ്പർ ഇങ്ങനെ എഴുതിയിട്ട് തരും. അത് വേണമെങ്കിൽ അവൻ എടുക്കാമായിരുന്നു. അത് നല്ലൊരു ഇൻട്രസ്റ്റ് അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, മിണ്ടാനുള്ള നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൾ തന്നെ അവനവിടെ ഇരിക്കുമല്ലോ. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് 2-3 തവണ ഐ കോണ്ടാക്റ്റ് ചെയ്യും. അവൾ ജസ്റ്റ് ഒന്ന് കംഫർട്ടബിൾ ആകുമ്പോൾ അവൾ തന്നെ ഐ കോണ്ടാക്റ്റൊക്കെ പിന്നെ വയ്ക്കും. അങ്ങനെ അത് ഡെവലപ്പ് ആവണ്ടേ. ഒരു സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റെങ്കിലും അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ ചാൻസ് ഇല്ലാത്തടത്ത് നിൽക്കല്ലേ. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിപ്പോൾ ഒരു പെണ്ണിനെ കാണുന്നത് അവൾ ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് മിണ്ടുമായിരിക്കും. ജസ്റ്റ് നിങ്ങളോട് മിണ്ടുന്നേ ഉള്ളെങ്കിൽ നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ജെൻഡർ, അതായത് മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കണം. ഓപ്പോസിറ്റ് ജെൻഡർ നമ്മളോട് ചെറിയൊരു ഇൻട്രസ്റ്റെങ്കിലും കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് അവരോടൊരു വാല്യൂ തോന്നിയെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ചെങ്കിലും ചാൻസ് കിട്ടിയാലോ എന്ന് അതിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കാൻ തുടങ്ങും. എഫേർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാൻ നോക്കും. അവർക്ക് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യും. അവർ എഫേർട്ട് എടുത്തില്ലേ, അവർ നോക്കിയില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് നോക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇപ്പം മിണ്ടുന്ന കാര്യം പറയാം. മിണ്ടുന്ന കാര്യമാണ്, ഒരു പെണ്ണ് നമ്മളോട്, അതായത് ഓപ്പോസിറ്റ് ജെൻഡർ നമ്മളോട് ഒരു നോർമൽ ഇൻട്രസ്റ്റെങ്കിലും ഇങ്ങോട്ട് കാണിക്കും, ചെറിയൊരു ഇൻട്രസ്റ്റെങ്കിലും കാണിച്ചാൽ നമ്മളെന്ത് ചെയ്യുന്നു വെച്ചാൽ ചെറിയായിട്ടെങ്കിലും സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ നമ്മളെന്ത് ചെയ്യും, അത് ശ്രമിച്ച് നോക്കാം, കുറച്ച് നേരം കൂടി ഇരുന്ന് നോക്കാം, അവിടെ തന്നെ ഇരിക്കും. കുറച്ച് നേരം കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം കൂടെ മിണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കാൻ നോക്കും. ഞാൻ ചെയ്ത പോലെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടുത്തൊരു പെണ്ണിരുന്ന് അവളോട് മിണ്ടുന്നുണ്ട്. അവളോട് ചെറിയ താല്പര്യം കാണിച്ചോളൂ, ജസ്റ്റ് മിണ്ടാനുള്ള ചെറിയ താല്പര്യം കാണിച്ചോളൂ. അപ്പോൾ ഞാൻ മനുഷ്യനായതുകൊണ്ട് ഞാൻ പോലും അറിയത്തില്ല എൻ്റെ ആറ്റിറ്റ്യൂഡ്. എൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറാണ് അവളോട് എനിക്കൊരു വാല്യൂ തോന്നുന്നുണ്ട്. അവളെ ലുക്കുണ്ട്, കുറച്ച് ലുക്കുണ്ട്, അവളെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടൊരു നല്ലൊരു വാല്യൂ എനിക്ക് അവളോട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എന്നോട് ചെറിയൊരു ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ പോലും അറിയാതെ ശ്രമിച്ച് നോക്കാം, ചെറിയൊരു ചാൻസ് ഉണ്ടല്ലോ, നോക്കാം എന്ന് പറഞ്ഞാൽ ചെറിയ ചാൻസിന് വേണ്ടി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ നോക്കും. ഇതിനെ വേറെ രീതിയിൽ പറയാം. ഓപ്പോസിറ്റ് ജെൻഡർ നമ്മളോട് ചെറിയ രീതിയിലെങ്കിൽ ഇൻട്രസ്റ്റ് കാണിച്ചാൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കാൻ നോക്കും. അല്ലെങ്കിൽ ആ ചെറിയ ചാൻസെങ്കിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. ഒരു പെണ്ണ് നിങ്ങളെ ജസ്റ്റ് നോക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അവളുടെ പണി നോക്കി പോയാൽ നമ്മളെന്ത് ചെയ്യും, ചെറിയ ചാൻസെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ കാര്യം കളഞ്ഞിട്ട് അവളുടെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഇൻട്രസ്റ്റ് അവൾ കാണിച്ചു, അപ്പോൾ നമ്മൾ നമ്മുടെ പ്രയോറിറ്റി കളഞ്ഞിട്ട് നമ്മൾ പോകേണ്ട കാര്യം മറന്നിട്ട് എന്ത് ചെയ്യും, അവളുടെ കൂടെ പോയിക്കൊണ്ടിരിക്കാനുള്ള ഒരു ഉള്ളിൽ നിന്നൊരു ഇത് വരും. നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് ഓപ്പോസിറ്റ് ജെൻഡറിനെ ഇമ്പ്രസ് ചെയ്ത് അവരുടെ പുറകെ പോകാനൊരു ഉള്ളിൽ നിന്നൊരു ഇത് വരും. നമുക്ക് പെണ്ണുങ്ങൾക്കും ഇത് വരും. അപ്പോൾ ഞാൻ അവനത് പറഞ്ഞു കൊടുത്തു, ഒരു പെണ്ണ് നിന്നെ നോക്കുന്നുണ്ട്, നോക്കുമ്പോൾ നിന്നോട് നോക്കുന്ന അല്ലെങ്കിൽ നീ ചെന്ന് മിണ്ടുന്നു എപ്പോഴല്ല, നോക്കുമ്പോഴല്ല മിണ്ടുമ്പോഴായാലും ഒരു പെണ്ണിപ്പോൾ നിന്നെ നോക്കുമ്പോൾ നിന്നോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, പക്ഷേ നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് പോകണം. കാരണം അവൾ മിണ്ടാനുള്ളൊരു നല്ല ഇൻട്രസ്റ്റെങ്കിലും ആക്കിയെടുക്കാൻ തന്നെ നീ ചിലപ്പം പുതുതായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടി വരും, നിൻ്റെ വാല്യൂ കുറച്ചുകൂടെ കാണിക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ അവളുടെ മുന്നിൽ വെച്ച് തന്നെ വേറെ പെണ്ണിനോട് അപ്രോച്ച് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും നിൻ്റെ വാല്യൂ കാണിക്കേണ്ടി വരും. അതായത് നീ കുറച്ചുകൂടെ എഫേർട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തുടക്കത്തിൽ നിന്നെ ഒരു പെണ്ണ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവിടെ നീ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിച്ചാൽ അവൾക്ക് ചേസിങ് ആയിട്ട് തോന്നും. അല്ല, അവൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, നീ സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിന്നെ വീണ്ടും നോക്കുന്നുണ്ട്, നീ നോക്കുമ്പോഴേ അവൾ ഇൻട്രസ്റ്റ് ഡെവലപ്പായി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ മിണ്ടിക്കോ, നീ കുറച്ചുകൂടെ ഇനിഷ്യേറ്റ് എടുത്ത് അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല. അതല്ലാതെ അവൾ നോക്കിയിട്ട് തുടക്കത്തിൽ എവിടെയാണോ അവിടെ തന്നെ അവൾ നിൽക്കുവാണ്, ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. അല്ലെങ്കിൽ തുടക്കത്തിൽ നിന്നെ നോക്കി, ഇപ്പോഴാണെങ്കിൽ നീ നോക്കുന്നുണ്ട്, ഇപ്പം ആദ്യം അവൾ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പം നിന്നെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് നീ ഇങ്ങനെ കുറച്ച് നേരം നോക്കുമ്പോൾ തന്നെ നിന്നോട് ഇൻട്രസ്റ്റ് വരുന്ന നല്ല പെണ്ണുങ്ങൾ വേറെ കാണും. അപ്പോൾ തന്നെ ഇൻട്രസ്റ്റ് വരുന്ന വേറെ പെണ്ണുങ്ങൾ കാണും, നിനക്ക് നല്ല ചാൻസ് ഉള്ള പെണ്ണുങ്ങൾ കാണും. അവളോട് പോയി അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവളെ നോക്കുക, അവളുടെ കാര്യത്തിൽ എഫേർട്ട് എടുക്കാൻ നോക്കുമെന്ന് പറഞ്ഞ്. അതുപോലെ നീ ചെന്നൊരു പെണ്ണിനോട് മിണ്ടുമ്പോൾ നീ മിണ്ടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നുണ്ട്, അത് ഡെവലപ്പ് ആവുന്നോ അതോ താഴോട്ട് പോകുന്നോ നീ നോക്ക്. താഴോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ തന്നെ കടിച്ചു പോയി നിൽക്കല്ലേ, അത് നിൻ്റെ ടൈമും എനർജിയും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. നീ ഇപ്പോൾ കളയുന്ന ഇതേ ടൈമും ഇതേ എനർജിയും കൊടുക്കുമ്പോൾ തന്നെ നിന്നോട് നല്ല ഇൻട്രസ്റ്റ് വരുന്ന വേറെ പെണ്ണുങ്ങൾ കാണും, അവരെ പോയി അപ്രോച്ച് ചെയ്യുക. അങ്ങനെ പറഞ്ഞ് അവനോട് ഞാൻ ഒരുപാട് ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു കാറ്റഗറി ഉണ്ട് പെണ്ണുങ്ങൾ, ഇൻട്രസ്റ്റ് ആണ് അവൈലബിൾ ആയിരിക്കും.
ഇതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിനെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കേണ്ടത്. ഒരുപാട് പെണ്ണുങ്ങളോട് മിണ്ടുമ്പോൾ ഇതുപോലത്തെ പെണ്ണുങ്ങളെ നമുക്ക് കിട്ടും. അതായത് ഒരു പെണ്ണിനോട് മിണ്ടുന്ന, ഒരു പെണ്ണ് നിങ്ങളെ നോക്കുന്നു, നിങ്ങളോട് ഇൻട്രസ്റ്റഡ് ആണെന്ന് മനസ്സിലാവുന്നു, അതുപോലെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനുള്ള അവൈലബിലിറ്റി ഉണ്ട്, ഇതുപോലത്തെ പെണ്ണുങ്ങളെ നിങ്ങൾ വിടൽ. ഇതുപോലത്തെ പെണ്ണുങ്ങളുടെ പുറകെ വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോ, കുറച്ച് പുറകെ പോയാലും കുഴപ്പമില്ല. അതായത് ഒരു പെണ്ണ് ഇപ്പോൾ എങ്ങനെ പറയുന്നത്, റെയിൽവേ സ്റ്റേഷൻ്റെ ഉദാഹരണം പറയാം. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്, നിങ്ങൾ വലത്തോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചോ, ആ പെണ്ണ് ഇടത്തോട്ടാണ് പോകുന്നത്. പക്ഷേ അവൾ നിങ്ങളെ നല്ലപോലെ നോക്കുന്നുണ്ട്, 1-2 തവണ നോക്കി ഐക്കോണ്ടായിട്ട് തന്ന് പോകുമ്പോഴും നിങ്ങളെ തിരിഞ്ഞ് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം സംസാരിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പുറകെ പോകാം, കുഴപ്പമില്ല. കാരണം അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അവൾ അവൈലബിൾ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പുറകെ പോകാം. ഇൻട്രസ്റ്റ്, അവൈലബിൾ, ഇത് രണ്ടോട് ഒത്തു വന്നാലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന ടിപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളോട് ഇൻട്രസ്റ്റ് മാത്രമുണ്ട് പക്ഷേ അവൈലബിൾ അല്ലാത്ത പെണ്ണാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവൾ എന്ത് പറ്റും, ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അവൾ അവൈലബിലിറ്റി തരാൻ ശ്രമിക്കും. അതല്ല വേറെ ചില പെണ്ണുങ്ങളാണ് ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും പക്ഷേ എന്നാൽ അവൈലബിൾ ആണെങ്കിൽ അവിടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അവൈലബിൾ ആയിട്ടിരുന്ന് നിങ്ങൾ ജസ്റ്റ് സംസാരിച്ച് നോക്കുക. അപ്പോഴെന്ത് പറ്റും, അവർക്ക് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങും. ഓക്കെ, ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് രണ്ടിലും നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ട്രൈ ചെയ്ത് നോക്ക്. പറ്റുന്നില്ലെങ്കിൽ അത് വിട്ടിട്ട് നിങ്ങൾ അടുത്ത ഗേളിനെ പോയി നോക്ക്. എപ്പോഴും നിങ്ങൾക്ക് നല്ല ചാൻസ് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ അവൈലബിൾ ആണ്, ഇതുപോലുള്ള പെണ്ണായിരിക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരുന്നത്. ഇപ്പം നിങ്ങൾ വേറൊരു പെണ്ണിനോട് മിണ്ടുമ്പോൾ അവൾ നിങ്ങളോടൊരു സംസാരിക്കാൻ ഒരു നോർമൽ ഇൻട്രസ്റ്റ് മിണ്ടുന്നുണ്ട്. അതുപോലെ അവളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് സംസാരിക്കുമ്പോൾ അവൾ കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു പെണ്ണാണെന്ന് വെച്ചോ, ജോലിക്കൊക്കെ പോകുന്നുണ്ട് എന്നാൽ ഫ്രീ ആയിട്ടൊക്കെ ഉള്ളൊരു പെണ്ണാണ്. അങ്ങനെയാണെങ്കിൽ അപ്രോച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങളോട് മിണ്ടും. നേഴ്സായിട്ടുള്ള പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ക്ലീനിങ്ങിനൊക്കെ വരുന്ന പെണ്ണുങ്ങൾ, നമ്മുടെ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾ കാണും, അവരോട് മിണ്ടും. അതിൽ ക്ലീനിങ്ങിന് വരുന്ന പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് കാണും, പക്ഷേ അവർ ജോലിത്തിരക്കായിരിക്കും. രാവിലെ മൊത്തം ആശുപത്രി ക്ലീൻ ചെയ്ത് നടക്കണം, പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിലും ക്ലീൻ ചെയ്ത് നടക്കണം. അത് കഴിഞ്ഞിട്ട് ടയേർഡായിട്ട് രാത്രി വന്നിട്ട് ഉറങ്ങും. അപ്പോൾ രാത്രിയും ടൈമില്ല. ചില പെണ്ണുങ്ങൾ നമുക്ക് ടൈം തരും, അവർക്ക് ടൈമാണ്, അവർ സംസാരിക്കും. ഇപ്പം നേഴ്സ് പെണ്ണുങ്ങൾ കാണാൻ അവർ ഡേ നൈറ്റ് മാറി ഡ്യൂട്ടി ആയിരിക്കും. അവർക്ക് ചില സമയത്ത് അവർക്ക് സമയം തരാൻ പറ്റും, ചില സമയത്ത് സമയം തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കും. നമ്മൾ തന്നെ ഒത്തിരി വിളിക്കണം, സംസാരിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന പോലെ അവർക്കും തോന്നും. എല്ലായ്പ്പോഴും തോന്നുമെന്നല്ല ഞാൻ പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും, പെണ്ണുങ്ങളിങ്ങനെ 4ആയിട്ട് തിരിക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളൊരു പെണ്ണോട് ട്രാവൽ ചെയ്യുക, ബസ്സിൽ അടുത്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ അടുത്തിരിക്കുകയാണ്, നിങ്ങളോട് ഒരു നോർമൽ ഇൻട്രസ്റ്റ് മിണ്ടുന്നുണ്ട്. അപ്പോൾ അവൾ നിങ്ങളോട് നോർമൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, അപ്പോഴേ അവൾ അവൈലബിലിറ്റി തരുന്നുണ്ട്. അപ്പം നിങ്ങൾ അവൾ ഇറങ്ങുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ ഇറങ്ങുവാണെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ അത് ഇറങ്ങണ്ടെന്ന് വെച്ചിട്ട് അവളുടെ കൂടെ ഒരു 1-2 സ്റ്റോപ്പ് കൂടെ പോകാം, മുന്നോട്ട് പോകാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ സംസാരിച്ച നമ്പരോ അങ്ങനെ വല്ല ശ്രമിക്കാം. അല്ല, നിങ്ങൾ അവൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ഥലം ആയതുകൊണ്ട് നിങ്ങൾ ഇറങ്ങാൻ നിൽക്കേണ്ട. നിങ്ങളുടെ സ്റ്റോപ്പ് കഴിഞ്ഞാൽ 1-2 സ്റ്റോപ്പോടെ നിങ്ങൾ പോകാൻ നോക്ക്, 2-3 സ്റ്റോപ്പോടെ പോകാൻ നോക്ക്. അവർ ചോദിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയാം. ഇല്ല എനിക്ക് വേറൊരു കാര്യമുണ്ട്, എനിക്ക് കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇറങ്ങണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അടുത്തതോ അല്ലെങ്കിൽ അടുത്തോ സ്റ്റോപ്പിലേക്ക് ഇറങ്ങാം. അതായത് ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെന്തായാലും ഒരു പെണ്ണിന് വേണ്ടി നമ്മളൊരു പെണ്ണിനോട് മിണ്ടുന്നുണ്ട്, അവൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അവൾ ചിലപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ സ്റ്റാൻഡിൽ വരുമ്പോൾ നമ്മുടെ ബസ് പോയി കാണാം. അപ്പോൾ അടുത്ത ബസ്സിൽ അവളുടെ കൂടെ പോകാൻ വേണ്ടി നിൽക്കും, അല്ലെങ്കിൽ അവളോട് മിണ്ടിയിട്ട് ഇപ്പോൾ വരുന്ന ബസ് മാറ്റിയിട്ട് അടുത്ത ബസ്സിൽ പോകാൻ വേണ്ടിയൊക്കെ നമ്മൾ നിൽക്കും. എന്തായാലും ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കേളിന് വേണ്ടി ചെയ്യും. ഓക്കെ, ഇൻട്രസ്റ്റ് ഉള്ളൊരു കേളാണെങ്കിൽ അവൾക്ക് അവൈലബിലിറ്റി കൊടുത്തിട്ട് അവളുടെ അവൈലബിലിറ്റി വാങ്ങുക. ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പെണ്ണാണെങ്കിൽ അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ടൈം കളയുന്നെങ്കിൽ നിങ്ങളുടെ എനർജി ടൈം വേസ്റ്റ് ആവും. അതുപോലെ തന്നെ അവൈലബിലിറ്റിയെക്കുറിച്ച് പറയുമ്പം ആ പെണ്ണിന് നിങ്ങളോട് നോർമലായിട്ട് സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണും. അത് ഡെവലപ്പ് ചെയ്ത് പോകണമെങ്കിൽ അവളുടെ അവൈലബിലിറ്റി വേണം. അവളുടെ അവൈലബിലിറ്റി വളരെ കുറവ്. അവൾ ജോലി തിരക്കുള്ള പെണ്ണ അല്ലെങ്കിൽ സ്കെഡ്യൂൾ കുറച്ച് ബിസി ആയിട്ടുള്ളവളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യേണ്ടി വരും. അതായത് അവൾക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യേണ്ടി വരും. എപ്പോഴും നിങ്ങൾ തുടക്കത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ അവൈലബിൾ ആണ്, ഇതുപോലുള്ളൊരു ഗേളിനെ കണ്ടുപിടിക്കാൻ നോക്ക്. ഒരു നോർമൽ ഇൻട്രസ്റ്റ്, അതുപോലെ നോർമലി ഡെയിലി ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കാണാൻ പറ്റണം. അതുപോലെ ആഴ്ചയിലോ അല്ലെങ്കിൽ 1-2 മാസത്തിനിടയ്ക്കോ 1 മാസത്തിനിടയ്ക്കെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ആയിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്ക്. ഇനി നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെച്ചൊക്കെ വേറെ പെണ്ണുങ്ങളെ കാണും, അല്ലെങ്കിൽ കടയിൽ സ്ഥിരം വരുന്ന ഒരു പെണ്ണ് കാണും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ സ്ഥിരം പോകും, അവിടെ ഒരു പെണ്ണ് കാണും. അവളുടെ അവൈലബിലിറ്റി എപ്പോഴും ഉണ്ട്, ദിവസം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലും എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവളുടെ അവൈലബിലിറ്റി നിങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാ ദിവസവും സ്റ്റാൻഡിൽ വെച്ച് കാണും, അല്ലെങ്കിൽ എല്ലാ ആഴ്ച എപ്പോഴെങ്കിലുമൊക്കെ സ്റ്റാൻഡിൽ വെച്ച് കാണും, അല്ലെങ്കിൽ വീണ്ടും കാണാൻ പറ്റുന്ന പെണ്ണുങ്ങൾ. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വീണ്ടും കാണാനും മിണ്ടാനും പറ്റുന്ന പെണ്ണുങ്ങൾ. ഇവളുമാർക്ക് ചിലപ്പോൾ അത് ഡെവലപ്പ് ആകത്തില്ല, കാരണം കാണുന്നുണ്ടായിരിക്കും, മിണ്ടുന്നുണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് ലോ ആയതുകൊണ്ട് തന്നെ അത് ഡെവലപ്പ് ആകത്തില്ല, മേലോട്ട് ഡെവലപ്പ് ആകത്തില്ലായിരിക്കും. അവിടെ നിങ്ങൾ 2 കാര്യം ചെയ്യാൻ നിങ്ങൾക്ക്, അതായത് ഒരു പെണ്ണിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്നത് ഒന്നത്തെ കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും വാല്യൂ കൂട്ടുക. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു പെണ്ണ് നല്ല അവൈലബിൾ ആണ്, നോർമലായിട്ട് മിണ്ടുന്നുള്ളൂ, അതിന് ഡെവലപ്പ് ആകുന്നില്ലെങ്കിൽ
ഇപ്പം നിങ്ങളെ അട്രാക്റ്റീവായിട്ട് കാണുന്നില്ലെന്ന് അർത്ഥം. ഓക്കെ, ഇപ്പം നിങ്ങളുള്ളതിനേക്കാളും കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരുന്നെങ്കിൽ അവൾ ചിലപ്പോൾ നിങ്ങളോട് നല്ല ഇൻട്രസ്റ്റ് മിണ്ടിയാനെ, അവളിങ്ങോട്ട് ഒരുപാട് ഇനിഷ്യേറ്റ് ചെയ്തേനെ. അതിപ്പോൾ അവൾ ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇപ്പം നിങ്ങളോട് അവൾ പ്രതീക്ഷിക്കുന്ന എന്തോ ഇല്ല, അല്ലെങ്കിൽ അവൾ നിങ്ങളെ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് കണ്ടെങ്കിൽ എല്ലാം നടന്നേനെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് കാലത്തേക്ക് മിണ്ടാനോ ഒന്നിനും പോകാതൊക്കെ ഇരുന്നിട്ട് വാല്യൂ കൂട്ടിയിട്ടൊന്നും മിണ്ടി നോക്കണം. അല്ലെങ്കിൽ എന്നിട്ട് റെഡി ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ആളിനെ നോക്കണം. നിങ്ങൾ വാല്യൂ കൂട്ടാൻ നോക്കണം. നിങ്ങൾ കുറച്ചുകൂടെ ബെറ്ററായി, ലുക്കിൽ കുറച്ചുകൂടെ ബെറ്ററായി, അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറച്ചുകൂടെ ബെറ്ററായി, നിങ്ങളുടെ ക്യാരക്ടറിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ പെണ്ണുങ്ങൾ നിങ്ങളോട് മിണ്ടുന്നുണ്ട്, ഇതുപോലെ എന്തോ കാര്യത്തിൽ അവർക്ക് നിങ്ങളോട് തോന്നുന്നത് കുറച്ചുകൂടെ മാറിയല്ലോ, കുറച്ചുകൂടെ വാല്യൂ വന്ന് നല്ലൊരു ചേഞ്ചായി എന്ന് തോന്നുമെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് വരും കുറച്ചുകൂടെ. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതെല്ലാം നിങ്ങൾക്ക് തോന്നുവാണ് എപ്പോഴും കാണാൻ പറ്റും, എപ്പോഴും മിണ്ടാൻ പറ്റും, പക്ഷേ ഇൻട്രസ്റ്റേ ഇല്ല, കൂടുന്നുമില്ല, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും കൂടുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇൻട്രസ്റ്റേ ഇല്ലാത്തൊരു ഗേളിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മളോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പെണ്ണാണെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പെണ്ണിനെ പ്രേമിപ്പിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഒരു ഗേളിന് തുടക്കത്തിലെ നമ്മളോട് മിണ്ടി ഒരു ഇൻട്രസ്റ്റ് വരണമെങ്കിൽ രണ്ട് കാര്യം വേണം. ഒന്നാമത്തെ കാര്യം, അവൾക്ക് ബേസിക്കായിട്ടെങ്കിലും നമ്മളോട് സംസാരിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് വേണം, അതുപോലെ അവൈലബിലിറ്റി വേണം. ഈ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ നമ്മൾ അവൈലബിലിറ്റി കൊടുക്കുന്നുണ്ട്, അവൾ അവൈലബിലിറ്റി തരുന്നുണ്ട്, അറ്റൻഷൻ തരുന്നുണ്ട്, അവൾ നമുക്ക് ടൈം തരുന്നുണ്ട്. ഇപ്പോഴും സംസാരിച്ച് വരുമ്പോൾ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കണം. ഓക്കെ, കുറച്ചായിട്ട് കൂടി വരണം. അങ്ങനെ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കൊടുക്കുന്ന ടൈം എനർജി ഇതെല്ലാം വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് അറിഞ്ഞിരുന്നു. ഒരിക്കലും ചാൻസ് കുറച്ചേ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടും അവിടെ ഇരുന്ന് നിങ്ങൾ ഒരുപാട് അവൈലബിലിറ്റി കളയരുത്, അവൈലബിലിറ്റി അവർക്ക് കൊടുക്കരുത്. അതിനൊന്നൊരു വാല്യൂ അവർ തരത്തില്ല. നിങ്ങളുടെ ടൈം എനർജി വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങളോട് ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ, അതുപോലെ ഒരുപാട് നോക്കുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുവാണ്, അല്ലെങ്കിൽ ജസ്റ്റ് മിണ്ടുന്നേ ഉള്ളൂ, ഒരുപാട് മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അവർക്ക് നിങ്ങളെ നല്ലപോലെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല, നിങ്ങളോട് നല്ലപോലെ മിണ്ടാനുള്ള ഒരു അട്രാക്റ്റീവായിട്ട് നിങ്ങളെ തോന്നുന്നില്ല. ഇതാണ് കാരണം. അപ്പോൾ പെട്ടെന്ന് അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, അതായത് അവരുടെ ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടി, നിങ്ങളുടെ വാല്യൂ കൂട്ടാൻ വേണ്ടി പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് തോന്നുവാണ് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചാൻസ് കുറവാണ് എന്നിട്ട് എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കാം എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുമല്ലോ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുവാണ്, ചാൻസ് കുറവാണ്, വല്ലപ്പോഴും നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് മിണ്ടുന്നേ ഉള്ളൂ, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് നിങ്ങൾക്ക് എപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നും, അപ്പോൾ നിങ്ങളൊരു ടൈമർ വെച്ചോണം. 10-20, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണ് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ തോന്നണം, എന്തൊക്കെ ചെയ്തിട്ട് ഡെവലപ്പ് ആവുന്നില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുമ്പോൾ പിന്നെ അവിടെ കടിച്ച് നോക്കിക്കില്ല, അത് വിട്ടിട്ട് അടുത്ത ആളെ നോക്കിയപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന അതായത് നിങ്ങളിപ്പോൾ എടുത്ത ഇതേ ടൈം എനർജി ഇതിൻ്റെ പകുതി കൊടുത്താൽ തന്നെ സെഡ്യൂസ് ആവുന്ന വേറെ ഗേൾസ് കാണും. ഓക്കെ, ഉറപ്പായിട്ടും കാണും. അങ്ങനെയുള്ളിടത്ത് അവരെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. നമ്മളോട് ബേസിക്കായിട്ട് ഇൻട്രസ്റ്റും കുറച്ച് അവൈലബിലിറ്റിയും ടൈമൊക്കെ തരുന്ന ഒരാളിനെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. ചിലപ്പോൾ 10-20 പേരോടൊക്കെ സംസാരിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരാൾ ഉറപ്പായിട്ടുണ്ട്. അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യും. ഓക്കെ, പിന്നെ വേറെ കാര്യം, നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ച് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ കമൻറ്റ് റിപ്ലൈ ആയിട്ട് വീഡിയോ ഡെയിലി ഇടാൻ നോക്കാം. പറ്റിയുന്നില്ല, ഡെയിലി ഇടുമെന്ന് ഞാൻ പറയുന്നില്ല, കിട്ടുന്ന സമയം പോലെ ഞാൻ ഇടാൻ നോക്കാം. പിന്നെ ഞാൻ ഈ ടൈമില്ലെന്ന് പറയുന്നത് വേറൊന്നുമല്ല. അതായത് ഇതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ ചാനലൊരു കമൻറ്റ് വന്നായിരുന്നു, എൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട്, അതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ വരുമല്ലോ. അപ്പോഴത് ഒരാൾ കമൻറ്റ് ഇട്ട്, നിങ്ങളിങ്ങനെ ബിസി ഷെഡ്യൂളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമെന്നോ, നിങ്ങളൊരു ബിസി ആയിട്ടുള്ള ഒരാളാണ്, ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഇത് ഡിസ്റ്റർബ് ആകുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതായത് ഞാൻ മനഃപൂർവ്വം ഞാൻ ബിസിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ആണ്ടിലൊരിക്കലും ഒന്ന് വീഡിയോ ഇടും, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ വന്ന് വീഡിയോ ഇടും, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ എപ്പോഴും ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷനും കോളൊക്കെ വരുന്ന പോലെ കാണിക്കും. ഞാൻ ഒത്തിരി തിരക്കായിട്ടുള്ള ഒരാളായിട്ട് തന്നെ കാണിക്കാൻ നോക്കുന്നത്. ഇത് ഞാൻ ഫേക്കായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട്, അതായത് ഞാൻ തിരക്കുള്ള ഒരാളാണെന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു. ഞാൻ ബിസി ആയിട്ടുള്ള ഒരാളല്ല, ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആണെന്നും പറയുന്നില്ല. ഞാൻ പഠിക്കാൻ ഒരുപാട് ടൈം കണ്ടെത്തുന്നുണ്ട്, പുതിയ റിസർച്ച് ചെയ്യാൻ, അതുപോലെ ക്ലയൻറ്റുകളെ അറ്റൻഡ് ചെയ്യാൻ, ഇതിനെല്ലാം എനിക്ക് ടൈം കിട്ടുന്നുണ്ട്. വീഡിയോ ഇടാനും ദിവസവും എനിക്ക് ടൈം കിട്ടുന്നുണ്ട്. ഞാൻ ബിസിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, എപ്പോഴും ഞാൻ നിൽക്കുന്നിടത്ത് എന്തെങ്കിലും സൗണ്ട് ആയിരിക്കും, ഒരുപാട് സൗണ്ടാണ്. മോസ്റ്റ്ലി ഞാൻ പുറത്തായിരിക്കും. വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് വേണമല്ലോ, ഒരു ശാന്തമായിട്ടുള്ളൊരു മുറി വേണം, ഫാനോ അല്ലെങ്കിൽ ടിവിയുടെ ഒച്ചയൊന്നും ഇല്ലായിരിക്കണം, ഒച്ചകളൊന്നും ഇല്ലായിരിക്കണം. അതുപോലെ നമ്മളെ റൂമിൽ നമ്മൾ മാത്രമായിരിക്കണം, വേറെ ആരും നമ്മുടെ കൂടെ പാടില്ല, ഒരു ഫ്ലോയിൽ സംസാരിക്കാൻ പറ്റണം. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് എപ്പോഴും സമയം കിട്ടാറുണ്ട് വീഡിയോ ഇടാൻ, പക്ഷേ ഇതുപോലുള്ള എനിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നില്ല, ഒരുപാട് സൗണ്ടുകളായിരിക്കും, ഇതുപോലുള്ള കാര്യം കൊണ്ടായിരിക്കും. ഞാനിപ്പം എൻ്റെ പഴയ ചാനലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഡെയിലി വീഡിയോകളൊക്കെ ഇടാറുണ്ട്. അതിനിടയ്ക്ക് ഇട്ട വീഡിയോകൾ ഇപ്പം പെണ്ണുങ്ങളെ കുറ്റം പറയൽ ദയവ് ചെയ്ത് ഇതൊക്കെ നോക്കിയാൽ മതി. അതിൽ ഫുള്ള് നോയ്സായിരുന്നു. അതായത് ഞാൻ കാര്യം പറയുന്നുണ്ട്, ഞാൻ റോഡിലൊന്നും പല സ്ഥലത്തായിട്ട് ആളുകളുടെ ബഹളം കേൾക്കാം, ഒരുപാട് പേര് സംസാരിക്കുന്നു, ഓരോന്ന് തറയിൽ വീഴുന്നതും, അത്ര സൗണ്ടിനിടയ്ക്കാണ് ഞാൻ വീഡിയോ ഇട്ടത്. അതുപോലെയാണ് എപ്പോഴും സൗണ്ടായിരിക്കും, നോയ്സായിരിക്കും. റൂമിലിരിക്കുമ്പോൾ തന്നെ ചില സമയത്ത് ആംബുലൻസിൻ്റെ സൗണ്ട്, വണ്ടിയുടെ സൗണ്ട്, ഇതുപോലെ സൗണ്ടുകൾ കേട്ടുകൊണ്ടിരിക്കും. ഇതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം,
ഞാനിപ്പോൾ ബിസി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുമെന്ന് വെച്ചോ, ഞാനങ്ങനെ കാണിക്കുന്നെങ്കിൽ എനിക്കെന്തെങ്കിലും ലാഭം വേണം അതിൽ നിന്ന്. എനിക്ക് ഒരു ലാഭമില്ലാതെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ബിസി ആയിട്ട് കാണിച്ചിട്ട് എനിക്കൊരു കാര്യം കിട്ടത്തില്ല. അതായത് ബിസിയാണെന്ന്, ഞാൻ ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരാളാണെന്ന് കാണിക്കണമെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ലാഭം കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് ലാഭം കിട്ടണം, അതിൽ എനിക്ക് റെസ്പെക്റ്റ് കിട്ടണം, നിങ്ങൾക്ക് എന്നെ കുറച്ചുകൂടെ റെസ്പെക്റ്റ് ചെയ്യണം, എന്നെ ഒരു വലിയ ആളായിട്ട് കാണണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അത്യാവശ്യം, അതായത് ഞാൻ എൻ്റെ മുഖം കാണിക്കണം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തൊക്കെ മുഖം കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ശരിയാണ്. ഞാനിപ്പോൾ പുറത്ത് പോകുന്ന 10 പേര് എന്നെ കണ്ടിട്ട് വന്ന് സെൽഫി എടുക്കുന്നു, അല്ലെങ്കിൽ എന്നോടൊന്ന് മിണ്ടുന്നത്, അല്ലെങ്കിൽ എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് മുഖം കാണിക്കും. അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു ബിസിയുള്ള ഒരാളായിട്ട് ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ അതിൽ നിന്നൊരു ലാഭമുണ്ട്. ഇവിടുന്ന് എനിക്ക് ലാഭം, അതായത് യൂട്യൂബിൽ നിന്ന് ഞാനിപ്പോൾ ഇങ്ങനെ സൗണ്ട് മാത്രം വെച്ച് വീഡിയോ ഇടുവാണ്. ഇവിടുന്ന് എനിക്ക് ലാഭം കിട്ടാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഡെയിലി വീഡിയോ ഇടുന്ന ആളായിരിക്കണം. ഡെയിലി വീഡിയോ ഇട്ടാൽ എനിക്ക് എന്ത് പറ്റും, യൂട്യൂബിൽ നിന്ന് ഡെയിലി സാലറി, ഇപ്പം മോണിറ്റൈസായി, ചാനൽ മോണിറ്റൈസാണ്. എനിക്ക് ഡെയിലി വീഡിയോ ഇടുമ്പോഴായിരിക്കും കൂടുതൽ സാലറി മാസം കിട്ടുന്നത്. അപ്പോൾ ലാഭത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ ആകെ ഉള്ളത് ദിവസവും വീഡിയോ ഇടുന്ന കാര്യമായിരിക്കും. അല്ലാതെ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും ഒന്ന് വീഡിയോ ഇട്ടിട്ട് ഞാൻ ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരാളാണെന്ന് കാണിച്ചാൽ ആ രീതിയിൽ എനിക്കൊരിക്കലും പൈസ കിട്ടാനും പോകുന്നില്ല, നിങ്ങളെന്നെ റെസ്പെക്റ്റ് ചെയ്യാനും പോകുന്നില്ല. കാരണം നിങ്ങൾ ചിലപ്പം ട്രെയിനിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നെ നിങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ ക്യൂ നിൽക്കുമ്പോഴോ തൊട്ടുപുറകെ ഞാൻ നിന്നിട്ടുണ്ടായിരിക്കും, നിങ്ങൾ എന്നെ അറിയുന്ന പോലുമില്ല. ഇങ്ങനെ എന്നെ അറിയാത്ത പോലും അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഞാൻ ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഞാൻ ബിസിയാണെന്ന് കാണിച്ചാൽ എനിക്ക് തന്നെയല്ലേ നഷ്ടം. വേറൊരു കാര്യം, ഞാൻ ബിസിയാണെന്ന് കാണിച്ചാൽ എന്ത് പറ്റും, ഞാൻ വീഡിയോ ദിവസവും ഇടാതൊക്കെ ഇരുന്നാൽ എനിക്ക് തന്നെയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം കുറയുന്നത്. ഇനിയും വേറൊരു കാര്യമുണ്ട്, ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം, ഞാൻ ഇതുവരെ യൂട്യൂബിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല. ഇതുവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഞാൻ യൂട്യൂബിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയോ, ചാനൽ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയോ, ചാനലിൽ കുറച്ച് പുതിയ സബ്സ്ക്രൈബർ കൊണ്ടുവരാൻ വേണ്ടിയോ ഞാൻ കഷ്ടപ്പെട്ടിട്ടേ ഇല്ല. എനിക്കതിൽ കുറ്റബോധമുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എൻ്റെ യൂട്യൂബിന് വേണ്ടി ഒരു തവണ പോലും കഷ്ടപ്പെട്ടിട്ടില്ലല്ലേ, ചാനലിന് വേണ്ടി ഒരു തവണ പോലും കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഞാൻ കഴിഞ്ഞ ചാനലിലുള്ള വീഡിയോകളായാലും ഈ ചാനലിലുള്ള വീഡിയോകളായാലും ഞാനിങ്ങനെ ഒരുപാട് എഡിറ്റ് ചെയ്യാനോ സ്ക്രിപ്റ്റ് എഴുതാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അല്ലെ സൗണ്ട് എഫക്റ്റ് കൊടുക്കാനോ ജനറലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാതെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഓഡിയൻസിനെ ഇമ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ഓഡിയൻസിനെ പിടിച്ചിരുത്തണം, ഇതിനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ എൻ്റെ പഴയ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് 50 സബ്സ്ക്രൈബർ ഉള്ളപ്പോഴും 1000 സബ്സ്ക്രൈബർ ഉള്ളപ്പോഴും ഞാൻ ഒരേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാതെ അന്ന് നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞു തന്നു, ഇന്ന് നിങ്ങൾക്ക് അധികമായിട്ട് പറഞ്ഞു തന്നു, അങ്ങനെയൊന്നുമില്ല. അവിടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ കാണും, ആരും സഹായിക്കാനില്ലാത്തവരാണ്, അവർക്ക് ഹെൽപ്പായിട്ടെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയും. സത്യത്തിൽ ഞാൻ എൻ്റെ ചാനൽ ഗ്രോ ചെയ്യിക്കാൻ വേണ്ടി, വളർത്താൻ വേണ്ടി ഇന്നേ വരെ കഷ്ടപ്പെട്ടിട്ടില്ല. വരുന്നു, ഒരു മണിക്കൂറോ എല്ലാം എടുത്ത് വീഡിയോ ഇടുന്നു, പോകുന്നു. എന്നിട്ട് ഇട്ട വീഡിയോ ഞാൻ പോലും എടുത്ത് കേട്ട് നോക്കത്തോലുമില്ല. ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തത്, ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടൈം കണ്ടെത്തിയിട്ട്, അതായത് എൻ്റെ ചാനൽ വളർത്താൻ വേണ്ടി ദിവസം ഇത്ര ടൈം മാറ്റി വെക്കണമെന്ന് പോലും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ പോലും മെനക്കെട്ടിട്ടില്ലാത്തവനാണ് ഞാൻ. അതായത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നത്, ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ടൈം കണ്ടെത്തിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അതായത് ഫ്രീ ടൈം കിട്ടിയാൽ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ചാനലിനെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മളെങ്ങനെ ചിന്തിക്കുന്നത്, എങ്ങനെയെങ്കിലും എല്ലാം മാറ്റി വെച്ചിട്ട് ചാനലിന് പ്രയോറിറ്റി കൊടുത്ത് എങ്ങനെയെങ്കിലും ഒരു മണിക്കൂർ ദിവസവും കണ്ടെത്തിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റൊക്കെ എഴുതി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുത്ത് അത് ചെക്ക് ചെയ്യണം, ഇതുപോലൊക്കെ കാര്യങ്ങൾ ഇതായിരിക്കും. നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുത്ത് അതിനുവേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കും. ഞാനെന്ന് പറഞ്ഞാൽ സമയം കിട്ടുന്നെങ്കിൽ എങ്ങനത്തെ ഒരു ഐഡിയയിൽ എനിക്കത് പറ്റുന്നില്ല. ഞാൻ ഇതുവരെയും കഷ്ടപ്പെട്ടിട്ടില്ല ചാനലിന് വേണ്ടി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികമായിട്ട് റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളെ കാത്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച നിങ്ങളെ കൊണ്ട് കാത്തിരിപ്പിച്ചിട്ട് വീഡിയോ കാണിക്കാനോ അങ്ങനത്തെ ഒരു ഐഡിയ എനിക്കില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി തന്നെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്ത് വീഡിയോ വേണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി മുതൽ കമൻറ്റ് വീഡിയോ ഒരു കമൻറ്റ് ചെയ്തെങ്കിലും നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം.